ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴണം എന്ന് പറഞ്ഞെടുത്ത് എവിടെയാണ് ജാതി? ഗുരുവിനെ ഹൈന്ദവവൽക്കരിക്കാനുള്ള നീക്കം ഗുരുതരമായ അപകടമാണ്. അത് മതേതരത്വത്തിൻ്റെ കടക്കിൽ കത്തിവെക്കുകയാണ് എന്ന് കേരളത്തിലെ ഭൂരിഭാഗവും ശബ്ദിക്കുന്നു. എന്നാൽ മറുവശവുമുണ്ട്. നാരായണ ഗുരു ചെയ്തതും പുനഃസ്ഥാപിച്ചതുമൊക്കെ ഹിന്ദുധർമ്മം തന്നെയാണെന്ന്. ഏതാണ് ശരി? ഹിന്ദു സന്യാസിയാണോ, നവോത്ഥാന നായകനാണോ, ആത്മീയ ഗുരുവാണോ? തീർച്ചയായും ചർച്ച ഇന്ന് പുരോഗമിക്കുകയാണ്. വിശ്വഭദ്രാനന്ദ ശക്തിബോധി, പി സത്യൻ, ഡോക്ടർ വേണുമോഹൻ, രാഹുൽ ഈശ്വർ, വി രാജേഷ്, റജി ലൂക്കോസ്, ഒപ്പം സന്ദീപാനന്ദഗിരി നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ചർച്ചയിൽ വിശദമായി പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. ഇന്ന് BJP കേരള ഘടകത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കി ചിത്രീകരിച്ച് BJP. വാമന ജയന്തിക്ക് പിന്നാലെ ശ്രീനാരായണ ഗുരുവിനെ കൂടി പൂർണ്ണമായും ഹൈന്ദവവൽക്കരിക്കുന്ന സങ്കുചിതമായ നിലപാടാണോ ഇത് എന്ന ഒരു ആശങ്ക വിവിധ കോണുകളിൽ നിന്നും ഉയർന്ന ഘട്ടത്തിൽ കൂടിയാണ് ചർച്ചയിലേക്ക് പോകുന്നത്. ആദ്യം ശ്രീ ഡോക്ടർ വേണുമോഹനിലേക്ക്. ശ്രീ വേണുമോഹൻ, അതായത് ഭാരതീയ വിചാരകേന്ദ്രമൊക്കെ മുമ്പോട്ട് വെക്കുന്നത് പോലെ ഹിന്ദുധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനം അത്തരത്തിൽ വന്ന ഒരു ഗുരുവാണ്. ബുദ്ധനെപ്പോലെ, മഹാവീരനെപ്പോലെ ശ്രീനാരായണ ഗുരു. അങ്ങനെയാണ് എങ്കിൽ അതിനെ ഹൈന്ദവ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വന്ന സന്യാസി, ഹിന്ദു സന്യാസി എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ശ്രീ വേണുമോഹൻ. നമ്മളിപ്പം ഈ ഹൈന്ദവവൽക്കരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു മോശമായ വേടല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോക ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പുരോഗമനപരമായ ഒരു സംസ്കാരത്തിൻ്റെ കളിത്തോട്ടിലായിരുന്നു ഭാരതം. അവിടെ ഭാരതത്തിൽ വസിക്കുന്നവരെ ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്നുവെങ്കിൽ അതൊരു നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ആ ഭാരതീയ ദർശനങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പം ഇവിടെ ഗുരുദേവൻ അടക്കമുള്ളവർ, നമുക്കറിയാം ലോകത്തെ എല്ലാ വ്യക്തികളും ഏതെങ്കിലും മതത്തിലോ ജാതിയിലോ ജനിക്കേണ്ട അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ഗുരുദേവനും ഹിന്ദു മതത്തിൽ ജനിച്ചു. അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ഒരു സമത്വ സുന്ദര ലോകം, അതെന്ന് പറയുന്നത് ജാതിഭേദം മതദ്വേഷം ഒന്നുമില്ലാതെ എല്ലാവരും സഹോദരത്തേന് വാഴുന്നൊരു സങ്കല്പത്തിൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ മതമേതായാലും മനുഷ്യൻ നന്നായി എന്ന് പറഞ്ഞ ആ ദർശനം ഭാരതീയ ദർശനമുണ്ട്. പക്ഷേ ഇവിടെ വിഷയമെന്ന് പറയുന്നത് അതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു കരുവാക്കി ശ്രീനാരായണ ഗുരുദേവനെ മാറ്റുന്ന തരത്തിലേക്ക് ഒരു വിഭാഗം പോകുന്നു. നമുക്കറിയാം, മലയാളി ഉള്ള കാലത്തോളം ഓണമെന്ന് പറഞ്ഞൊരു സങ്കല്പമായിരുന്നു. നമുക്ക് ലോക ചരിത്രത്തിൽ ഇക്വാളിറ്റി, എല്ലാവരും തുല്യരെന്നുള്ള ഒരു വലിയ സങ്കല്പം മുമ്പോട്ട് വെച്ച മഹാബലിയെ പോലും താറടിച്ച് കാണിച്ചുകൊണ്ട് വാമന ജയന്തിയാണെന്നും പറഞ്ഞുള്ള രീതിയിലേക്കൊക്കെ വരുന്നത് ഒരു വിഭാഗം ഭൂരിപക്ഷ മത തീവ്രവാദികളുടെ ഹിഡൻ അജണ്ടയാണ്. അത് ഈ രാജ്യത്തിന് ആപത്താണ്. ഗുരുദേവനെ പോലുള്ള ഉന്നത വ്യക്തിത്വങ്ങൾ അവർ ഏത് സമുദായത്തിൽ ജനിച്ചു, ഏത് മതത്തിൽ ജനിച്ചെങ്കിലും അവർ ജീവിച്ചിരുന്ന കാലം അവരുടെ ആശയങ്ങൾ ലോകത്തെ മൊത്തം ഒന്നിപ്പിക്കുവാൻ വേണ്ടി, ഭിന്നതകൾ മാറ്റി ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അവരെയൊക്കെ ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യം അവരുടെ ആശയങ്ങളെ പരിപോഷിപ്പിക്കുവാനല്ല, മറിച്ച് അതിലൂടെ ക്ഷീരമുള്ള ഒരു അകടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നുള്ള ഒരു രീതിയിലേക്കാണ് അത് വരുന്നത്. ശ്രീ പി സത്യൻ, അതായത് ഇങ്ങനെയാണോ കാണേണ്ടത്? സാങ്കേതികമായി ഗുരു ജനിച്ചു പോയ ജാതിയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ വിശ്വമാനവീകമായ ആശയത്തെ തടയിടാനുള്ള ശ്രമം ഒരു കോണ് നടത്തുന്നു. വാമന ജയന്തിക്ക് പിന്നാലെ ഇത്തരത്തിലുള്ള ഒരു ശ്രമത്തെ ആ അവബോധത്തോടെയാണോ കാണേണ്ടത്? ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ജാതിയില്ല എന്ന് മാത്രമല്ല ശ്രീനാരായണ ഗുരു പറഞ്ഞത്, നാം ഒരു മതത്തിലും ഉൾപ്പെടുന്നില്ല എന്നും വളരെ അവസാന കാലത്ത് അദ്ദേഹം പറയുകയുണ്ടായി ഒരു വിളംബരത്തിലൂടെ. ഇവിടെ നമുക്ക് ജാതി മാത്രമല്ല മതവുമില്ല, നാം ഒരു മതത്തിലും ഉൾപ്പെടുന്നില്ല എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള വിളംബരം ഒരു നുണയിലൂടെ, പച്ച നുണയിലൂടെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ദർശനത്തെ അവഹേളിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്, നാം
പ്രചരിപ്പിക്കുന്നത് സനാതനധർമ്മമാണ്, ഹിന്ദുധർമ്മമല്ല എന്നാണ്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഹ്യൂമൻ ഫ്രറ്റേണിറ്റി ദാറ്റ് ദ ഗ്ലോബലി ഇറ്റ് ഈസ് ക്ലെയിംഡ് ആസ് ദ ഹ്യൂമൻ ബ്രദർഹുഡ്. അത് മാനവ സമത്വം, മാനവ സാഹോദര്യം, മാനവത്വം എന്ന ഒരേ മതം, സാഹോദര്യം എന്ന ഒരു ജാതി എന്ന മഹത്തായ ആ ആശയമാണ് ശ്രീനാരായണ ഗുരു. ആ ആശയത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണോ ഹിന്ദു സന്യാസിയാണെന്ന BJPയുടെ വാദം? എങ്ങനെ അതാകും? ഒരു പക്ഷേ ഹൈന്ദവമായ ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനങ്ങളുടെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ച ജീവിതത്തെ ആധാരമാക്കി ഹിന്ദു സന്യാസിയാണെന്ന് BJP ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അത് ഈ വാമന ജയന്തിയെ ഹൈന്ദവവൽക്കരിക്കാൻ അല്ലെങ്കിൽ ഓണത്തെ ഹൈന്ദവവൽക്കരിക്കാൻ ശ്രമിച്ചതുപോലെ ഒരു ശ്രമമാണ് എന്ന് പറയാൻ എന്തൊക്കെ പോയിന്റുകളുണ്ട് ശ്രീ PP സത്യൻ? അതായത് പറയൂ. വാമന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാനുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ മറ്റൊരു കൊട്ടേഷൻ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. മനുഷ്യരുടെ വേഷം, ഭാഷ ഇതൊക്കെ വ്യത്യസ്തമായിരുന്നാലും ശരി, മനുഷ്യരെല്ലാവരും ഒരൊറ്റ ജാതിയായതുകൊണ്ട് അവർക്കിടയിൽ മിശ്രഭോജനം നടത്തുന്നതിനും അതുപോലെ തന്നെ വിവാഹം നടത്തുന്നതിനും പോലും തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിവാഹം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വിവാഹം കഴിക്കാൻ പരിപോഷിപ്പിക്കാൻ ഇവിടുത്തെ ഏതെങ്കിലും ക്ഷേത്ര ഭരണാധികാരികൾ തയ്യാറാവുമോ? ഏതെങ്കിലും BJP നേതൃത്വം ഇവിടെ മനുഷ്യർ തമ്മിലുള്ള മിശ്ര വിവാഹത്തിന് തയ്യാറാണോ? അവർ അതിനുവേണ്ടി ഒരു മാതൃകാപരമായ പ്രവർത്തനം അവർ നടത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ശ്രീനാരായണ ഗുരുവിൻ്റെ യഥാർത്ഥ സന്ദേശങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് വിശ്വഭദ്രാനന്ദ ശക്തിബോധി. അതായത് ഇങ്ങനെയാണ് ആത്മോപദേശ ശതകത്തിലെ 44 മുതൽ 49 വരെയുള്ള സ്റ്റാൻസകൾ പറയുന്നത് ഇങ്ങനെയാണ്: അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലരും ഇങ്ങ് സദാതി ചെയ്തിടുന്നു, ജഗത് ഈ മതം ഏകം. അത്തരത്തിൽ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരന് ഒരു അസുഖമായി എത്തരുത് അല്ലെങ്കിൽ ദ്രോഹമായി എത്തരുത് എന്ന് പറഞ്ഞ ഗുരു പറഞ്ഞതിൽ എവിടെയാണ് ജാതി? അങ്ങനെയുള്ള ഗുരുവിനെ ജാതിയുടെ വക്താവാക്കി മാറ്റുന്നത് ബെടക്കാക്കി തനിക്കാക്കാനുള്ള ഹൈന്ദവതയുടെ നീക്കമായി ചിലർ സംശയിക്കുന്നു. അങ്ങനെയുണ്ടോ? വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിച്ച ശ്രീ ബോധി. ഗുരുവിനെ, ശ്രീനാരായണ ഗുരുവിനെ ഒരിക്കലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ആളാക്കിയിട്ട് മാറ്റാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ BJP ഒക്കെ വളരെ സാമ്പ്രദായികമായിട്ടുള്ള സന്യാസത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. സാമ്പ്രദായികമായ സന്യാസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മഠത്തിൽ പോയി ബ്രഹ്മചര്യം സ്വീകരിച്ച് അതിനുശേഷം സന്യാസദീക്ഷ, വിരജാഹോമം ചെയ്ത് സന്യാസദീക്ഷ സ്വീകരിക്കുന്നതാണ് സാമ്പ്രദായിക സന്യാസം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മഠത്തിൽ പോയി പഠിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഹോമാദിക്രിയകൾ ചെയ്ത് സന്യാസം സ്വീകരിക്കുകയോ ചെയ്തിട്ടുള്ള ആളല്ല ശ്രീനാരായണ ഗുരു എന്നതിനാൽ തന്നെ അദ്ദേഹം ഒരിക്കലും ഒരു ഹൈന്ദവ സന്യാസിയല്ല, സാമ്പ്രദായികമായിട്ട് തന്നെ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇവിടെ പലരും വിശദീകരിച്ചു. ജാതി മതാതീതമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. മനുഷ്യത്വമാണ് അദ്ദേഹത്തിൻ്റെ ജാതി, സത്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ദൈവം എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിനെ ഹിന്ദുമതത്തിൻ്റെ ഒരു സന്യാസിയാക്കി മാറ്റാൻ പറ്റുക? തീർച്ചയായും വളരെ നല്ല പോയിന്റ്. തീർച്ചയായും വളരെ നല്ല പോയിന്റാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചത്. തീർച്ചയായും രാഹുൽ ഈശ്വർ കേൾക്കാമല്ലോ താങ്കളിലേക്ക്. അതായത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നതിനപ്പുറം മതത്തെ നിഷേധിക്കാൻ ഒരു വ്യക്തിക്ക് എന്ത് വാക്കാണ് എടുക്കാനാവുക? അങ്ങനെയുള്ള നാരായണ ഗുരു ഇപ്പോൾ ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിബോധി പറഞ്ഞു, സാമ്പ്രദായിക രീതിയിൽ പോലുമുള്ള സന്യാസ ദീക്ഷയെ മറികടന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ അത് പിന്തുടരാതിരുന്ന മഹാനാണ് ശ്രീനാരായണ ഗുരുവെന്ന്. അങ്ങനെയുള്ള ഗുരുവിനെ BJP ഹൈന്ദവവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് BJP ഇട്ടു. വാമന ജയന്തിക്ക് പിന്നാലെ ഇതും കൂടിയായപ്പോൾ കേരളമാകെ അസ്വസ്ഥമായെന്ന് തോന്നുന്നു. 1922 നവംബർ 15 മഹാനായ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ പുരോഹിതൻ ചാൾസ് ആൻഡ്രൂസ് പറയുന്നു,
ഞാൻ ക്രിസ്തുവിനെ കണ്ടു, അറബിക്കടലിന്റെ തീരത്തുകൂടി ഒരു ഹിന്ദു സന്യാസിയുടെ രൂപത്തിൽ നമ്മുടെ ക്രിസ്തു നടന്നു പോകുന്നത് ഞാൻ കണ്ടുവെന്ന് ശ്രീനാരായണ ഗുരുദേവനെ ഉദ്ദേശിച്ച അദ്ദേഹം റൊമൈൻ റൊണാൾഡിന് എഴുതിയ എഴുത്തിൽ പറയുന്നു. ഞാൻ ഇന്ന് പാലക്കാട് വെസ്റ്റ് യൂണിയൻ SNDP യോഗത്തിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതാണ്. കേരള കൗമുദി SNDPയുടെ പത്രത്തിലടക്കം ഈ കൊട്ടേഷൻ ഉണ്ട്. 3, നിങ്ങൾ ലെഫ്റ്റിസ്റ്റുകൾക്ക് ഹിന്ദു എന്ന വാക്ക് അലർജിയാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ഹിന്ദു എന്ന വാക്ക് താല്പര്യമില്ലാതെ മതേതര ആത്മീയതയെന്നോ സനാതന ധർമ്മമെന്നോ എന്ത് പേര് വേണമെങ്കിൽ വിളിച്ചോളൂ. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ ഹൈന്ദവ സമൂഹത്തിൽ നിലനിന്ന ജാതീയതക്കെതിരെയല്ലേ പടപൊരുതിയത്? മുസ്ലിം സമൂഹത്തിൽ നിലനിന്ന ജാതീയതക്കെതിരെയാണോ? ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്ന ജാതീയതക്കെതിരെയാണോ? ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദുവിന്റെ മാത്രമല്ല, പക്ഷേ അദ്ദേഹം ജനിച്ച ഹൈന്ദവ സനാതന ധർമ്മം, മഹാത്മാഗാന്ധി ഹിന്ദുവാണ്, ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദുവാണ്. ഇവരെല്ലാം സെക്കുലർ ഹിന്ദുക്കളാണ്. ഇവരാരും വർഗീയവാദികളല്ല, ഇവരാരും ഹിന്ദുത്വ രാഷ്ട്രീയവാദികളല്ല. പക്ഷെ സെക്കുലർ ഹിന്ദുവാണ് എന്ന് ഉള്ളതല്ലേ ചരിത്രത്തിലെ സത്യം. അപ്പൊ ഹിന്ദു എന്ന വാക്കിനോട് ഉള്ള വിരോധം വെച്ചുകൊണ്ട് അതിനെ എതിർക്കുന്നതിന് അസ്തിത്വമുണ്ടോ? ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുന്നത്? മഹാനായ ദളിത് ബുദ്ധിസ്റ്റ് അംബേദ്കർ എഴുതിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ ക്രിസ്ത്യനും മുസ്ലിമും അല്ലാത്ത എല്ലാവർക്കും ഹിന്ദു കോഡ് ബിൽ ആപ്ലിക്കബിൾ ആകും. ഹിന്ദുക്കൾക്ക്, ബുദ്ധിസ്റ്റുകൾക്ക്, ജൈനിസ്റ്റുകൾക്ക്, സിഖുകൾക്ക് അടക്കം ഹിന്ദു കോഡ് ബിൽ ആപ്ലിക്കബിൾ ആകും. 1995 ബ്രഹ്മചാരി സിദ്ധേശ്വർ സായി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ സുപ്രീം കോടതി പറയുന്നു ഇതെല്ലാം ഹിന്ദുവാണ്. ഹിന്ദു എന്ന വാക്കിനടിയിൽ ഇതെല്ലാം വരുന്നു. ഇതൊരു മതമല്ല, സാംസ്കാരിക ധാരയാണ്. അതേപോലെ സാംസ്കാരിക ഹിന്ദു അതായത് താങ്കൾ ഈ പറഞ്ഞ ഋഗ്വേദിക് ഹിന്ദുയിസത്തിന്റെ വക്താക്കളാണോ BJP-ക്കാർ? ഹിന്ദുയിസമല്ല, ഹിന്ദുയിസത്തിന് പല കൈകളുണ്ട്. ഞാൻ വേദിക് ഹിന്ദു ലൈൻ്റെ ആളല്ല, താന്ത്രിക് ഹിന്ദു ലൈൻ്റെ ആളാണ്. ഇതേപോലെ കൗളാചാരങ്ങളുണ്ട്, താന്ത്രിക പാതയുണ്ട്, വൈദിക പാതയുണ്ട്, യോഗിക് പാതയുണ്ട്. ഇതേപോലെ ഒരുപാട് ബഹുസ്വരതയുള്ള ഒരു സാഗരമാണ് ഹിന്ദു. ശ്രീനാരായണ ഗുരുദേവൻ വർഗീയ ഹിന്ദു അല്ല, പക്ഷേ സാംസ്കാരിക ഹിന്ദുവാണ്, സെക്കുലർ ഹിന്ദുവാണ്. അദ്ദേഹം സെക്കുലർ അല്ല എന്ന് ആരും പറയില്ല. പക്ഷേ ഹിന്ദു അല്ല എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഹിന്ദു എന്ന വാക്കിനോടുള്ള അലർജിയും ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് BJP-ക്കാരും RSS-കാർക്കും ഗുണമുണ്ടാകും എന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ്. രണ്ട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി ശ്രീ രാഹുൽ ഈശ്വറിനോട് 2 ചോദ്യങ്ങൾ. താങ്കൾ ഈ പറഞ്ഞതുപോലെ സാഗരമായി കിടക്കുന്ന ഹൈന്ദവതയുടെ അല്ലെങ്കിൽ ഹിന്ദുത്വയുടെ പ്രതിനിധികളാണോ BJP-ക്കാർ? അല്ലെങ്കിൽ BJP-യുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ അത് വെച്ച് ന്യായീകരിക്കാനാകുമോ? ചോദ്യം നമ്പർ 1. എനിക്ക് ജാതിയില്ല, മതമില്ല എന്ന വിളംബരം ശ്രീനാരായണ ഗുരു ചെയ്തിട്ടില്ലേ? വഞ്ചിയൂർ കോടതിയിൽ ഇവരുമായൊന്നും ഒരു ബന്ധവുമില്ല എന്ന് എഴുതി കൊടുത്തിട്ടില്ലേ നാരായണ ഗുരു? അങ്ങനെയുള്ള ഒരു നാരായണ ഗുരുവിനെയാണോ താങ്കൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന സംശയം ആർക്കെങ്കിലും ഉയർന്നാൽ? ഹൈന്ദവ സമൂഹത്തിന്റെ വൈവിധ്യത്തിൽ BJP-യും ഉണ്ട്, ഹിന്ദു ലെഫ്റ്റായി നിൽക്കുന്ന CPM-കാരുമുണ്ട്, ബുദ്ധിസ്റ്റുകളുണ്ട്, നിരീശ്വരവാദിയായ സവർക്കറുണ്ട്. 2, ഗുരുവിനെ ഹിന്ദുവായി മാത്രം കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ അതിനർത്ഥം ഗുരു ഹിന്ദു അല്ലെന്നല്ലോ. ഗുരു പ്രതിഷ്ഠിച്ചത് ഒരു ശിവനെ അല്ലേ? ശിവൻ ക്രിസ്ത്യൻ ദൈവമാണോ? മുസ്ലിം ദൈവമാണോ? ഗുരുവിന്റെ ഓം അത് ഹൈന്ദവ സിമ്പൽ അല്ലെങ്കിൽ ഭാരതീയ സിമ്പൽ അല്ലേ? അപ്പോ ഹിന്ദു എന്നതിനെ ഒരു സെമിറ്റിക് മതമായി കാണാതെ സാംസ്കാരിക ധാരയായി കാണുകയും എല്ലാ ഹിന്ദുവിന്റെ മൊത്തക്കച്ചവടം BJP-ക്കും RSS-നും കൊടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ ബുദ്ധിശൂന്യതയാണ് നമ്മളിവിടെ കാണുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു തന്നെയാണ്, ഹിന്ദു സന്യാസിയാണ്, പക്ഷേ സെക്കുലർ ഹിന്ദു സന്യാസിയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീ ഡോക്ടർ വേണുമോഹൻ, അതായത് ഹൈന്ദവമായ ആചാരങ്ങളിൽ അധിഷ്ഠിതമായ പ്രവൃത്തിയുടെ സംസ്ഥാപനം നടത്തി ഹൈന്ദവ മതങ്ങളിൽ ഉണ്ടായിരുന്ന തിന്മകളെ തുടച്ചു മാറ്റാൻ ശ്രമിച്ചു. അങ്ങനെയുള്ള നാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസി എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് രാഹുൽ ഈശ്വർ സമർത്ഥിച്ചത്. വിളിക്കുന്നതിലെ തെറ്റല്ല, അതിന്റെ പിന്നിലെ ദുരുദ്ദേശമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഭാരതത്തിന്റെ ഹൈന്ദവ ചിന്താഗതി എന്ന് പറയുമ്പം അത് വേദ ഉപനിഷത്തുകളിലൂടെയൊക്കെ ഉള്ള ഒരു ചിന്താഗതിയാണ്. അതിനെ പിന്നീട് ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ടു.
നമുക്കറിയാം മഹത്തായ ഹൈന്ദവ അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ലോകത്ത് സംസ്കാരങ്ങൾ പിറവിയെടുക്കുന്ന വെങ്കല യുഗത്തിലാണ്. അന്ന് വെങ്കല യുഗത്തിൽ 4 സംസ്കാരങ്ങളാണ് ലോകത്തുണ്ടായത്. ഒന്ന് ഇന്ത്യയുടെ ആയിരുന്നു. അവിടം തൊട്ട് നമ്മൾ ഇന്ത്യൻ സംസ്കാരത്തിനെ പറയുന്ന ആൻറ്റിക്വിറ്റി ആൻഡ് കണ്ടിന്യൂറ്റിയാണ്. ഇത്രയും പഴക്കം ചെന്നതും ഇപ്പോഴും നിലനിൽക്കുന്നതുമായ ഒരു വലിയ സംസ്കാരധാരയെ ഇടയ്ക്ക് ബ്രാഹ്മണിക്കൽ മേധാവിത്വം നശിപ്പിച്ചു കളഞ്ഞു. അവരാണ് ഈ ചാതുർവർണ്ണയൊക്കെ കൊണ്ടുവന്നത്, ജാതി വ്യവസ്ഥ കൊണ്ടുവന്നത്. ഋഗ്വേദ വേദ കാലഘട്ടത്തിലൊന്നും അതില്ലായിരുന്നു. അപ്പം ഇത് കൊണ്ടുവന്ന് അവർ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ അല്ലെങ്കിൽ ഹൈന്ദവ ദർശനം എന്ന് പറയുന്നത് ആര്യ ദ്രാവിഡ അടക്കമുള്ള ഒരു വലിയ ധാരയാണത്. ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ അടുത്ത ദിവസങ്ങളിൽ കാണുന്ന സംഭവം എന്തുവാണ്, ദ്രവിഡിയൻ എലമെൻറ്റ് നോൺ ആര്യൻ എലമെൻസിനെ എല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് ആര്യന്മാരാണ്, അത് ബ്രാഹ്മണ മേധാവിത്വമാണ് എന്നുള്ള രീതിയിലേക്ക് വലിയ അപകടകരമായ രീതിയിലേക്ക് പോകുന്നു. ഇന്നലെ വരെ ബീഫ് കഴിക്കുന്നതിൻ്റെ പേരിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഹൈജാക്ക് ചെയ്തപ്പോൾ ഇന്ന് ഹിന്ദു വിഭാഗങ്ങളിലെ തന്നെ ദ്രവീഡിയ സങ്കല്പത്തിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ അവരെ പോലും അവർ ആരാധിക്കുന്ന മഹാബലിയൊക്കെ താറടിച്ച് കാണിക്കുന്ന തരത്തിലേക്ക് ഇപ്പോഴത്തെ ഈ ഭൂരിപക്ഷ ചിന്താഗതി പോകുന്നത് ബ്രാഹ്മണിക്കൽ ഹിന്ദുയിസത്തിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ്. അതിൻ്റെ ഭാഗമായിട്ട് മഹാബലിക്കെതിരെ ഉണ്ടായ മൂവ്മെൻറ്റിൽ ഉണ്ടായ ഡാമേജ് അവർക്കുണ്ടായ നഷ്ടം തീർക്കുവാൻ വേണ്ടിയാണ് ഇപ്പം ഗുരുവിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. തീർച്ചയായും ശ്രീ ഭദ്രാനന്ദ ശക്തിബോധി, അതായത് ബുദ്ധനും നാരായണ ഗുരുവുമൊക്കെ അത്തരത്തിലൊരു വിമത ഹൈന്ദവതയുടെ ആൾക്കാരായിരുന്നു. കാവിയെ അല്ല മഞ്ഞയെയാണ് അവർ ഉയർത്തിപ്പിടിച്ചത്. അതൊക്കെ യാദൃശികവുമല്ല. അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണിക്കലായ ആ ഓർഡറിനെതിരെ ശബ്ദിച്ചവരാണ് അവർ. അവരെ ഇന്ന് ഹിന്ദുവിൻ്റെ വിശാലമായ സാഗരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധി കൂടി ഇവിടെ പരിഗണിക്കപ്പെടണം, ചർച്ച ചെയ്യപ്പെടണം എന്നാണ് ശ്രീ ഡോക്ടർ വേണുമോഹൻ പറഞ്ഞത്. നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. ഇത്തരത്തിൽ വിശാലമായ പല വൈരുദ്ധ്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഹിന്ദു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നാരായണ ഗുരുവും ഹിന്ദു സന്യാസിയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന്. ഹിന്ദു സന്യാസിയാണ് നാരായണ ഗുരു എന്ന് പറയുന്നതിൽ ഇവിടെ തെറ്റുണ്ട് എന്നുള്ളൊരു ചർച്ച തന്നെ വരുന്നത് ഹിന്ദുവിനെ മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള, ഉപദ്രവിക്കാനുള്ള, എല്ലാ ജനാധിപത്യ അവകാശങ്ങളെയും നശിപ്പിക്കാനുള്ള ഒരു സങ്കേതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫാഷിസ്റ്റ് ശക്തി, കാക്കിനിക്കറിട്ട ഹിന്ദുത്വ ശക്തി ഇവിടെ വളർന്നു വന്നിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ പറയുന്നത്. അല്ലാതെ സ്വാമി വിവേകാനന്ദൻ ഹിന്ദു എന്ന ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ സ്വാമി വിവേകാനന്ദൻ ഹിന്ദു എന്ന ശബ്ദം ഉപയോഗിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കുമ്മനം രാജശേഖരൻ ഉപയോഗിക്കുന്ന, ശശികല ടീച്ചർ ഉപയോഗിക്കുന്ന, മോഹൻ ഭഗവത് ഉപയോഗിക്കുന്ന രീതിയിലല്ല. എന്തിന് കാറൽ മാർക്സ് പോലും ഹിന്ദുസ്ഥാൻ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം കുമ്മനത്തിൻ്റെ പാർട്ടിയാണ് കാറൽ മാർക്സ് എന്നാണോ? അല്ലല്ലോ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അർത്ഥം മാറുന്നതിനനുസരിച്ച് പദങ്ങളോട് വിപ്രതിപത്തിയും താല്പര്യക്കുറവും കൂടുതലൊക്കെ ആളുകൾക്ക് ഉണ്ടാവും. ഇവിടെ നാരായണ ഗുരുവിൻ്റെ മാനവികതയെ മാനിക്കുന്ന വിശാല ബുദ്ധികളായ മനുഷ്യർ നാരായണ ഗുരുവിനെ ഹിന്ദു എന്ന് വിളിക്കുന്നതിൽ ഇപ്പോൾ വിഷമം കാണുന്നത് കുമ്മനം രാജശേഖരനെ പോലുള്ളവർ ഹിന്ദുത്വത്തിൻ്റെ വക്താക്കളായിട്ട് കുറിയും തൊട്ട് വരുന്നത് കൊണ്ടാണ്. ഞാനും കുറി തൊട്ടിട്ടുണ്ട്. അതാണ് രാഹുൽ ഈശ്വർ. സാങ്കേതികത പറഞ്ഞ് വളരെ വിദഗ്ധമായി ഹിന്ദുത്വ എന്ന വലിയ ധർമ്മത്തിന്റെ വൈരുദ്ധ്യപരമായ പല വശങ്ങളെയും സാംശീകരിക്കുന്ന, എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഒരു വലിയ വശം ഉണ്ട്. അത് ഇന്ത്യയുടെ മുഴുവൻ സംസ്കാരമാണ്. അതല്ല BJP പ്രതിനിധാനം ചെയ്യുന്നത്. ബീഫ് കഴിക്കുന്നവനെ മർദ്ദിച്ചു കൊല്ലുകയും മഹാനായ മഹാബലിയെ അല്ലെങ്കിൽ ആ സങ്കല്പത്തെ അല്ലെങ്കിൽ ആ സോഷ്യലിസ്റ്റ് ധാരയെ ഒക്കെ തിരസ്കരിക്കുകയും ചെയ്യുന്ന വാമന ജയന്തിയെ സംബന്ധിച്ച് പറയുകയും ചെയ്യുന്ന BJPയുടെ കുൽസിതമായ രാഷ്ട്രീയ കോണിൽ നിന്നാണ് അത്തരം വാദങ്ങൾ ഉയരുന്നത് എന്ന് പറയുമ്പോൾ താങ്കൾ പറയുന്ന സാങ്കേതികത വിട്ടേ മതിയാവൂ രാഹുൽ ഈശ്വർ.
പരിവാർ ശക്തികളുടെ അടക്കം ഉള്ളിൽ, ഞാനൊരു പരിവാറുകാരനല്ല, എന്നിരുന്നാൽ പോലും ഹിന്ദു വലതുപക്ഷത്തിനുള്ളിൽ മഹാബലിക്ക് എതിരെ വന്ന സ്റ്റേറ്റ്മെന്റിൽ ഒരുപാട് വിയോജിപ്പുകളുണ്ട്. 2, പൊളിറ്റിക്കൽ ഹിന്ദുത്വ സവർക്കർ എന്ന നിരീശ്വരവാദിയായ ഹിന്ദു തുടങ്ങിയതാണ്, വിശ്വാസിയായ ഗാന്ധിയുടെ ലൈൻ അല്ല. 3, 125 കോടി ഇന്ത്യക്കാരിൽ 100 കോടി ഹിന്ദുക്കൾ ജീവിക്കുന്ന ഒരു രാജ്യമാണിത്. ഇടതുപക്ഷത്തെ പ്രമുഖനായ ശ്രീ ബർദൻ പറഞ്ഞതുപോലെ ഇന്ത്യ സെക്കുലർ ആയത് കാരണം 100 കോടി ഹിന്ദുക്കളിൽ ബഹുഭൂരിപക്ഷവും സെക്കുലർ ആയതുകൊണ്ടാണ്. ഞങ്ങൾ ആരും നോർത്ത് ഇന്ത്യൻ ബ്രാഹ്മണിക്കൽ ഹിന്ദു ലൈൻ പിന്തുടരുന്നവരല്ല. നമുക്ക് രഹസ്യമായി സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് പരസ്യമായ ഒരു രഹസ്യം പറയാം. കഴിഞ്ഞ കുറച്ചു കാലമായി ഇടതുപക്ഷം വളരെ വിദഗ്ധമായി ചെയ്യുന്നത് ഹിന്ദു എന്ന വാക്ക് മുഴുവൻ RSS, BJP, സംഘപരിവാറിന്റെ കാൽക്കൽ കൊണ്ടുപോയി വെക്കുകയും എന്നിട്ട് അവരെ എതിർക്കുകയും ചെയ്യുന്നതാണ്. അവർക്ക് ഉള്ള ശക്തിയേക്കാൾ 10 മടങ്ങ് വലുതായി ചിത്രീകരിച്ചുകൊണ്ട് എല്ലാ ഹിന്ദുവും അവരുടെ കൂടെയാണ് എന്ന് ചിത്രീകരിക്കുന്ന നിങ്ങളുടെ മൗഢ്യം കാരണമാണ് ഈ രീതിയിൽ ഹിന്ദുവിന്റെ കുത്തക അവർക്ക് കിട്ടിപ്പോകുന്നത്. എനിക്ക് BJP സംഘപരിവാർ ശക്തികളോട് വളരെ ബന്ധമുണ്ട്, പരിപാടിക്ക് പോകാറുണ്ട്. പക്ഷേ ഹിന്ദുവിന് ഒരുപാട് ധാരകളുണ്ട്. അതിൽ ഗാന്ധിയൻ ഹിന്ദുയിസം ഉണ്ട്, അതിൽ കുമാരനാശാന്റെ ഹിന്ദുത്വം ഉണ്ട്, അതിൽ ഒരുപാട് വേറെ ചിന്താധാരകളുണ്ട്. അതിൽ രാഹുൽ ഈശ്വർ, അതിൽ ഗാന്ധിജിയുടെ ഹിന്ദുത്വമല്ല, സനാതന ധർമ്മങ്ങളെ നെഞ്ചോടടുക്കി പിടിച്ച ഗാന്ധിജിയുടെ ഹിന്ദുത്വമല്ല, അദ്ദേഹത്തിന്റെ വിറയാർന്ന നെഞ്ചിലേക്ക് വെടിയുതിർത്ത നാഥുറാം വിനായക് ഗോഡ്സെയുടെ ഹിന്ദുത്വമാണ് ഇവർ വക്താക്കളാകുന്നത്, പ്രതിനിധീകരിക്കുന്നത് എന്ന സംശയമാണ് രാഹുൽ ഈശ്വർ. തെറ്റിക്കാൻ നോക്കണ്ട. ശ്രീ റജി ലൂക്കോസ്, താങ്കളിലേക്ക് അത്തരത്തിൽ ഹിന്ദുത്വയുടെ മുഴുവൻ കാര്യങ്ങളും ഇടതുപക്ഷമാണ് ചമച്ചു കൊടുക്കുന്നത് BJPയുടെയും RSSന്റെയും പക്കലേക്ക്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇടതുപക്ഷം ചെയ്യുന്നുണ്ടോ? അല്ല, അത് വാസ്തവത്തിൽ എൻ്റെ പ്രിയ സുഹൃത്ത് രാഹുൽ ഈശ്വർ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു യുവ സൈദ്ധാന്തികനും കൂടിയാണ് രാഹുൽ ഈശ്വർ. വാസ്തവത്തിൽ ഇടതുപക്ഷം ഇവിടെ RSSന്റെയും BJPയുടെയും പടിക്കിലേക്ക് ഹൈന്ദവ കുത്തകകൾ ചാർത്തി കൊടുക്കുന്നു എന്ന് പറയുന്നത് വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം വിദഗ്ധമായിട്ട് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്ന. ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൽ തുടങ്ങാം. ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ അവസാനത്തെ പ്രഭാഷണം നടത്തിയത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലടിയിൽ അദ്വൈത ആശ്രമത്തിൽ വെച്ചാൽ. അന്ന് അദ്ദേഹം പറഞ്ഞ പ്രമുഖമായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള വളരെയധികം ലോകം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാചകമുണ്ട്: നമുക്ക് ജാതിയില്ല, നമ്മുടെ പിൻതലമുറക്കാരെ പോലും ജാതി ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ ആ തലത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ച ചില്ല് പ്രതിഷ്ഠ നടത്തിയ മണരൂരിലെ ആശ്രമത്തിൽ ക്ഷേത്രത്തിൽ അദ്ദേഹം വിഗ്രഹാരാധന നടത്താതിനെതിരായിക്കൊണ്ട് ഒരു നിലവിളക്ക് പ്രതിഷ്ഠിച്ച ശ്രീനാരായണ ഗുരുദേവനെ എങ്ങനെയാണ് ഒരു ഹൈന്ദവ സന്യാസിയായി ചിത്രീകരിക്കുന്നത്? മറ്റൊരു വൈരുദ്ധ്യം കൂടെ ചൂണ്ടിക്കാണിക്കട്ടെ. താനൊരു ഒരു ഹൈന്ദവ സന്യാസിയാണെന്ന് ഒരിക്കൽ പോലും ശ്രീനാരായണ ഗുരു അവകാശപ്പെട്ടിട്ടില്ല. തന്നെയുമല്ല, ഒരു ഹൈന്ദവ സന്യാസിമാരുടെ നമ്മൾക്കറിയാവുന്ന സാങ്കല്പിക ചട്ടക്കൂട്ടിൽ ജീവിച്ച ആളല്ല ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം ഒരു സന്യാസിക്ക് ഉപരിയായിട്ട് സാംസ്കാരിക പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം ഗാന്ധിജിയോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് ആഹ്വാനം ചെയ്ത ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ ആ ശ്രീനാരായണ ഗുരുദേവന്റെ പോലെയുള്ള മഹാത്മാക്കളെ ഇതുപോലെ അവഹേളിച്ച് ഇത്തരം അപമാനിതരായിട്ടുണ്ട് നമ്മുടെ ചരിത്രത്തിന്റെ പോലും എന്താ പറയുക ഇന്നലകളെ വികൃതമാക്കിക്കൊണ്ട് ഹൈന്ദവ സംസ്കാരത്തിലേക്ക് അടുപ്പിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് എന്ന് ബഹുമാന്യനായ രാഹുൽ ഈശ്വർ പറയുന്നത് തീർച്ചയായിട്ടും അതൊരു കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ അജിംഷാദെ. ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവനും ആരാധിക്കുന്ന അല്ലെങ്കിൽ നമിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇംഗ്ലണ്ടിലെ പല യൂണിവേഴ്സിറ്റികളിലും അദ്ദേഹത്തിന്റെ പല വാക്യങ്ങളും അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളും ഇന്ന് വിദ്യാർത്ഥികൾ പഠിക്കുവാനായിട്ടുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരു ചരിത്ര പുരുഷനെ ഒരു ഹൈന്ദവ സന്യാസി എന്നുള്ള ചട്ടക്കൂട്ടിൽ ഒതുക്കരുത് ദയവായിട്ട്. നമ്മുടെ സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലത്തിനോട് ചെയ്യുന്ന വലിയൊരു കൊടും ക്രൂരതയാണ്. ദയവായി തീർച്ചയായും ശ്രീ റജി ലൂക്കോസ്, അത് തന്നെയാണ്. മുഹമ്മദ് നബിയെ മുസ്ലിങ്ങളുടെ നേതാവായി മാത്രമല്ല കാണുന്നത്. ജീസസ് ക്രൈസ്റ്റിനെ ക്രിസ്ത്യാനികളുടെ മാത്രം നേതാവായല്ല കാണുന്നത്. ബുദ്ധനെയും അതെ, മഹാവീരനെയും അതെ. അങ്ങനെയെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ മാത്രം സങ്കുചിതമാക്കാൻ ശ്രമിക്കുന്ന കോണുകളുടെ ഉദ്ദേശം എന്ത് ചെയ്യണ്ടേ? തീർച്ചയായും ചർച്ച ചെയ്യുമ്പോൾ ശ്രീ പി പി സത്യനിലേക്ക്. ശ്രീ പി പി സത്യൻ, അതായത് രാഹുൽ ഈശ്വർ പറഞ്ഞതിലെ ലോജിക്ക് ഇതാണ്. അതായത് ഹൈന്ദവത എന്നത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കോണുകളിലേക്ക് മാത്രം ഒതുക്കാനുള്ള ഒരു സാധനമല്ല. അതിന് വിശാലമായ ഇന്ത്യയുടെ മുഴുവൻ അർത്ഥത്തെയും പ്രതിനിധീകരിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ നാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസി എന്ന് പറയുന്നതിൽ തെറ്റ്. ഗുരുവിനെ പറ്റി
ഈ BJP അനുഭാവമുള്ള ആളുകൾ പറയുന്നതിൽ ലോജിക് ഇല്ല, വെറും നുണയാണത്. ഒന്ന് എന്ത് കാര്യം? എന്താണ് ലോജിക്? പറയൂ. ശ്രീനാരായണ ഗുരു, ഞാൻ ആവർത്തിക്കുകയാണ്, പറഞ്ഞ ഒരു വിളംബരം, അദ്ദേഹത്തിൻ്റെ വിളംബരം ഏറ്റവും പ്രസിദ്ധമാണ്. നാം ഒരു ജാതി ഉൾപ്പെടുന്നില്ല, നമുക്ക് ജാതിയില്ല. മതത്തിലും ഉൾപ്പെടുന്നില്ല, ജാതിയിലും ഉൾപ്പെടുന്നില്ല, നമുക്ക് ജാതിയില്ല. നാം മതത്തിൽ ഉൾപ്പെടുന്നില്ല. ശ്രീനാരായണ ഗുരു നാം ഒരു മതത്തിലും ഉൾപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മേൽ മതം എന്താണ് പറയുക, അടിച്ചേൽപ്പിക്കുന്ന, സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന ഏറ്റവും നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ഹൈന്ദവതയെക്കുറിച്ചാണ്. ഹിന്ദുത്വം എന്നുള്ള പദം ഇവിടെ ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്തോടു കൂടിയാണ് ഇന്ന് കാണുന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. അതിനു മുമ്പുള്ളത് വളരെ ന്യൂനപക്ഷം വരുന്ന ബ്രാഹ്മണരുടെ ആധിപത്യത്തിലുള്ള വിരാട് പുരുഷൻ്റെ ശരീരത്തിൽ നിന്നും ബ്രാഹ്മണരും ക്ഷത്രിയരും മറ്റൊക്കെ ജനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മനുസ്മൃതിയുടേതായിട്ടുള്ള ബ്രാഹ്മണ പുരോഹിതത്തിൻ്റെ വർണ്ണാമശ്രമ ധർമ്മത്തിൻ്റെ, ശങ്കരാചാര്യരൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള അപശൂദ്രാധികരണ സിദ്ധാന്തത്തെ രൂക്ഷമായി വിമർശിച്ച വ്യക്തികളാണ് ചട്ടമ്പി സ്വാമികൾ തൻ്റെ പഠനങ്ങളിലും. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും ആ വർണ്ണാമശ്രമ ധർമ്മങ്ങളെ ശക്തമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, വർണ്ണം എന്നുള്ളത് ജന്മന ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു വന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെട്ടു വന്നിട്ടുള്ളതാണ്. കർമ്മം കൊണ്ടാണ് മനുഷ്യാനാം മനുഷ്യത്വം, മനുഷ്യൻ്റെ കർമ്മം കൊണ്ടാണ് അവൻ മുന്നോട്ട് വരുന്നത്. ശിവന്റെ പ്രതിഷ്ഠ നടത്തിയെന്നത് കൊണ്ട് അദ്ദേഹം ഹിന്ദു ആവുന്നില്ല. ഇന്ത്യൻ സംസ്കാരം കണ്ണാടി പ്രതിഷ്ഠിച്ചത് അദ്വൈതത്തിന്റെ പ്രതീകമായിട്ടല്ല. മാത്രമല്ല, ഇന്ത്യയിൽ ഏതെങ്കിലും ഈ വിശാല ഹിന്ദുത്വം പറയുന്ന ഏതെങ്കിലും ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ മിശ്ര വിവാഹം അനുവദിക്കുമോ? അവിടെ യേശുദാസിനെ പോലും ഒന്ന് കടത്തുമോ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു അന്യമതക്കാരെ ഈ ക്ഷേത്രത്തിൽ കടത്തുമോ? ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും മഹത്തായ പ്രബോധനമാണ്, ഞാൻ നേരെ ആവർത്തിക്കുന്നു, വിവാഹം. മനുഷ്യരെല്ലാം ഒരേ ജാതിയിൽപ്പെട്ടായതുകൊണ്ട് തന്നെ വിവാഹവും അതുപോലെ തന്നെ മിശ്രഭോജനവും അവർക്ക് അനുവദനീയമാണ്. ശരിയാണ്. പക്ഷേ കണ്ണാടി അങ്ങനെ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ ഈ മഹത്തായ ഹ്യൂമൻ കോൺസെപ്റ്റ്, ഈ ഹ്യൂമാനിറ്റേറിയൻ ഫിലന്ത്രോപ്പിക് കോൺസെപ്റ്റ്, വൈ കാൻ ദ ഹിന്ദുസ് ആക്സെപ്റ്റ്? ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് രാഹുൽ ഈശ്വറിനോട് ചോദിക്കാം. രാഹുൽ ഈശ്വർ, നാരായണ ഗുരുവിനെ അങ്ങനെ വൈകാരികമായി നെഞ്ചിലേക്കുന്നു, അതിനകത്ത് രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് പറയുന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അവിടെയാണ് ശ്രീ സത്യൻ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാകുന്നത്. നാരായണ ഗുരു മുമ്പോട്ട് വെച്ച മിശ്ര വിവാഹം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് എന്തു പറയാൻ ഈ വിശാല ഹിന്ദുത്വത്തിന്? ശ്രീ സത്യൻ അടക്കം അറിഞ്ഞിരിക്കണം, ഞാൻ ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച വ്യക്തിയാണ്. ഞാൻ കല്യാണം കഴിച്ചത് മറ്റൊരു ജാതിയിൽ നിന്നാണ്. ഞങ്ങൾ എപ്പോഴും പോകുന്ന ശബരിമലയിൽ ഞങ്ങൾ മുസ്ലിമായ വാവരുസ്വാമിയെ തൊഴുത് ക്രിസ്ത്യാനിയായ വെളുത്തെ തൊഴുതാണ് പോകുന്നത്. നമ്മുടെ ധാരകളിൽ വ്യത്യാസമുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ താങ്കൾ പറഞ്ഞു, വാവർ എന്ന മുസ്ലിം സങ്കല്പത്തെ അവിടേക്ക് പ്രതിഷ്ഠിച്ചത് കേരളത്തിന്റെ മതേതരത്വമാണ്, അല്ലെങ്കിൽ വാവരല്ല എന്നും അത് ഏതോ മറ്റു ഭൂതത്തിന്റെ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ധാരകളുണ്ട്. ആ ഹിന്ദുത്വ തീവ്രവാദ ധാരകളെയാണ് എതിർക്കപ്പെടേണ്ടത് എന്ന് കൂടി ഓർമ്മിക്കുന്നു. പറയൂ. അതിനകത്തെ അങ്ങ് പറഞ്ഞത് വളരെ സത്യമാണ്. വാവരല്ലെന്നും വാപരൻ എന്ന ശിവഭൂതഗണം മാത്രമാണെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഹിന്ദു തീവ്രവാദികളുണ്ട്. ആ വാക്ക് ഉപയോഗിക്കാൻ ഒരു മടിയില്ല. അത് ഒരുപാട് വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. പക്ഷേ ശബരിമലയ്ക്കുള്ളിൽ ഒരു മുസ്ലിം ഷ്രൈൻ ഉണ്ട്, എന്നാൽ മറ്റൊരമ്പലത്തിൽ മറ്റൊരു രീതിയാണ്. ഇതാണ് ഹിന്ദുവിന്റെ ബഹുസ്വരത. നമുക്ക് നമ്മുടെ തർക്കങ്ങൾ മാറ്റിവെച്ച് സുപ്രീം കോടതിയുടെ നിലപാട് നോക്കാം. 1995 വിവേകാനന്ദന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ മിഷൻ സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. ഞങ്ങൾ ഹിന്ദുക്കളല്ല, ഞങ്ങൾ ന്യൂനപക്ഷ വിഭാഗമാണ്, അതുകൊണ്ട് ന്യൂനപക്ഷ സംരക്ഷണം വേണമെന്ന്. ചരിത്ര പ്രസിദ്ധമായ 1995 ബ്രഹ്മചാരി സിദ്ധേശ്വർ സായി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാളിൽ സുപ്രീം കോടതി പറയുന്നുണ്ട്, ഇതെല്ലാം ഹിന്ദുവാണ്, ഇതെല്ലാം ഹിന്ദുവിന്റെ ബഹുസ്വരതയാണ്, ഇതെല്ലാം ഹിന്ദു ധാരകൾ തന്നെയാണെന്ന്. ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിബോധി, താങ്കളിലേക്ക് അങ്ങനെയാണ് രാഹുൽ ഈശ്വറിന്റെ നിലപാട്. ഹിന്ദു തീവ്രവാദം എന്നതിനെ എതിർക്കപ്പെടണം, പക്ഷേ ഹൈന്ദവ സന്യാസി എന്ന് പറയുന്നിടത്ത് തെറ്റില്ലെന്ന്. പക്ഷെ പറയുന്നത് ഏത് കോണാണ്, ആ കോണിന്റെ ഉദ്ദേശം ചർച്ച ചെയ്യപ്പെടണം എന്ന കാര്യത്തിൽ രാഹുൽ ഈശ്വർ വളരെ വിദഗ്ധമായി മറികടക്കുകയും ചെയ്യുന്നു. അത് രാഹുൽ ഈശ്വറിലേക്ക് എത്താം. ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിബോധി. ഒന്നാമത് എനിക്ക് കുറച്ച് സമയമാണ്. പറഞ്ഞു. കാരണം
ഒന്നാമത്തെ കാര്യം, ഈ ഹിന്ദു എന്ന പദത്തിനോട് ഏറ്റവും കൂടുതൽ അലർജി കാണിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോ ഞാനോ ഒന്നുമല്ല. രാഹുൽ ഈശ്വർ അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ചുരുങ്ങിയ പക്ഷേ ആഗമാനന്ദ സ്വാമികളുടെ വീരവാണി എന്ന് പറയുന്നൊരു പുസ്തകം എടുക്കുക, വായിക്കുക. അതിൽ അദ്ദേഹം എന്തുകൊണ്ട് ഹിന്ദു എന്ന പദം ഇന്ത്യൻ സംസ്കാരത്തെ സൂചിപ്പിക്കുവാൻ ഒരർത്ഥത്തിലും യുക്തമല്ല എന്ന് വളരെ ആധികാരികമായി പ്രാമാണികമായി സ്ഥാപിക്കുന്നുണ്ട്. ഇത് സ്വാമി വിവേകാനന്ദൻ ആവർത്തിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നിവൃത്തികേട് കൊണ്ട് ഇങ്ങനെ ഉപയോഗിച്ച് പരിചയിക്കപ്പെട്ടു പോയി, വിദേശികൾ ഇങ്ങനെ വിളിച്ച് പരിചയിക്കപ്പെട്ടു പോയി എന്നതുകൊണ്ട് ഞാനും ആ പദം ഉപയോഗിക്കുന്നു. പക്ഷെ അത്രയും കൂടി ഔദാര്യം ആഗമാനന്ദ സ്വാമികൾ കാണിക്കുന്നില്ല. കേരളത്തിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച ആളാണ്. പിന്നെ രാമകൃഷ്ണാശ്രമത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഞാൻ രാമകൃഷ്ണാശ്രമത്തിൻ്റെ വക്കാലത്തൊന്നും പിടിക്കുന്ന ആളല്ല, പക്ഷേ അതിനോടൊരു വലിയ താല്പര്യവും ആഭിമുഖ്യവും ശ്രീരാമകൃഷ്ണ പരമഹംസരോട് താല്പര്യമുള്ളതുകൊണ്ട് പുലർത്തുന്ന ഒരാളാണ്. ആ പെറ്റീഷൻ മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന പ്രത്യേക അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള തന്ത്രപരമായ ഒരു കുടില നീക്കമായിരുന്നു എന്നതുകൊണ്ട് കൂടിയാണ് കോടതിയിൽ രാമകൃഷ്ണാശ്രമത്തിൻ്റെ പെറ്റീഷൻ, അതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട പെറ്റീഷൻ, ഞങ്ങൾ ന്യൂനപക്ഷ വിഭാഗമാണ് എന്ന് പറയാനുള്ള പെറ്റീഷൻ കോടതി അന്ന് എതിർത്തത്. വളരെ രൂക്ഷമായ ചർച്ച നടന്നിട്ടുള്ള വിഷയമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ എനിക്കിപ്പോൾ ഇവിടെ സമയമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഞാനിവിടെ ഹിന്ദു എന്ന് പറഞ്ഞ ഒരാൾ ഹിന്ദു ആവുന്നത് എങ്ങനെയാണ്? അതിനൊരു പ്രധാനപ്പെട്ട ഉത്തരം പറയണ്ടേ. ഒരാൾ ഹിന്ദു ആവുന്നത് എങ്ങനെയാണ്? അമ്പലത്തിൽ പോയാൽ ഹിന്ദു ആവുമോ? അമ്പലത്തിൽ പോവാതിരുന്നാലാണോ ഹിന്ദു ആവുക? പൂണൂലിട്ടാലാണോ ഹിന്ദു ആവുക? പൂണൂലിടാതിരുന്നാലാണോ ഹിന്ദു ആവുക? വേദം പഠിച്ചാലാണോ ഹിന്ദു ആവുക? വേദത്തെ നിന്ദിച്ചാലാണോ ഹിന്ദു ആവുക? നിങ്ങൾക്ക് തോന്നിയതുപോലെ ഓരോ ചർച്ചയിലും ഹിന്ദുത്വത്തിൻ്റെ നിർവചനങ്ങൾ മാറ്റിമറിച്ചാൽ പറ്റില്ലല്ലോ. ഒരു കൃത്യത വേണ്ട ഇതിന്. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് രാഹുൽ ഹിന്ദു എന്ന് പറയുന്നത്? എന്താണ് ഒരാൾ ഹിന്ദുവാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മാനദണ്ഡം എന്നൊന്ന് പറയണം. ഉപനിഷത്ത് പഠിച്ചാൽ ഹിന്ദു ആവുമോ? അങ്ങനെയാണെങ്കിൽ മാക്സ് മുള്ളറാണ് ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ ഹിന്ദു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അവരൊക്കെ പഠിച്ചിട്ടുണ്ട്. പോൾ ഡൈയൂസൺ പഠിച്ചിട്ടുണ്ട്, ബ്ലൂംഫീൽഡ് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ എത്ര ആളുകൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്തു മതത്തിൻ്റെ ബൈബിൾ ഞാൻ വായിക്കുന്നുണ്ട്, ഖുറാൻ വായിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മുസ്ലിം ആവുമോ? ഞാനാണ് എന്ന് പറഞ്ഞാൽ പോലും ആണ് എന്ന് അംഗീകരിക്കാൻ ആരും തയ്യാറാവില്ല. ഇതുപോലൊരവസ്ഥ നാരായണ ഗുരുവിനുണ്ട്, ചട്ടമ്പി സ്വാമികൾക്കുണ്ട്, ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗികൾക്കുണ്ട്. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി അദ്ദേഹത്തിൻ്റെ ആശ്രമം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലും ഹിന്ദു ആക്ട് നിയമപ്രകാരമല്ല. തലശ്ശേരിയിലെ രജിസ്റ്റർ ഓഫീസിൽ അതിൻ്റെ രേഖയുണ്ട്, പരിശോധിച്ച് നോക്കണം. അദ്ദേഹം യോഗശാസ്ത്രം ഉദ്ധരിച്ചു, രാമായണം ഉദ്ധരിച്ചു, ദേവി മഹാത്മ്യം ഉദ്ധരിച്ചു എന്നുള്ളത് കൊണ്ട് അതൊക്കെ അദ്ദേഹം ഹിന്ദു ആവുമോ? കാരണം ഇതൊക്കെ ഹിന്ദു ടെസ്റ്റാണെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത്? ദേവി മഹാത്മ്യത്തിൽ ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ഭാഗവതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ശങ്കരാചാര്യർ ഉപയോഗിച്ചിട്ടുണ്ടോ? ചാണക്യൻ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇവരാരും ഉപയോഗിച്ചിട്ടില്ലാത്തൊരു വാക്ക് എന്തിനാണ് ഈ ഭാരതീയ സംസ്കാരത്തിനെ കെട്ടിയേൽപ്പിക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശം എന്താണ്? ഇതാണ് അറിയേണ്ടത്. ഡോക്ടർ വേണുമോഹൻ, എനിക്ക് രാഹുൽ ഈശ്വർ പറഞ്ഞ ചില കാര്യങ്ങളോടുള്ള എനിക്ക് ചില മറുപടികളാണ് പറയേണ്ടത്. അതിലൊന്ന്, അദ്ദേഹം സംസാരിക്കുമ്പം അവരുടെ ആശയങ്ങളെ എതിർക്കുന്നവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്താഗതി തെറ്റാണ്. ഞങ്ങളൊക്കെ ക്ഷേത്ര ആചാരങ്ങളിൽ വിശ്വസിക്കുന്നതും അമ്പലങ്ങളിൽ പോവുകയും ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും മതേതരത്വത്തെയൊക്കെ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ഹിന്ദുക്കളാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ഇന്ത്യ സെക്കുലർ ആകാൻ കാരണം ഹിന്ദുക്കൾ മെജോറിറ്റി ആയതുകൊണ്ട് അങ്ങ് സെക്കുലർ ആയതാണെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞാൽ, കുട്ടി സ്വാതന്ത്ര്യ സമരകാലമൊന്നും നിങ്ങൾ പഠിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. നിങ്ങൾക്കറിയാം, 40 കോടി ജനങ്ങൾ ഇന്ത്യയിലുള്ളപ്പോൾ അന്ന് 30 കോടി പരം ജനങ്ങളും ഹിന്ദുക്കളായിരുന്നു. ഏതാണ്ട് 200 വർഷക്കാലം ബ്രിട്ടീഷുകാരൻ ഇവിടെ ഭരിച്ചപ്പം ആ ഹിന്ദുക്കളെല്ലാം കൂടെ ഒന്ന് സംഘടിച്ച് നിന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാർ അന്ന് 20,000 ബ്രിട്ടീഷുകാരെ ഇവിടെ ഉള്ളായിരുന്നു. എന്നേ കെട്ടിപ്പോയനും. നമുക്കിവിടെ എങ്ങനെ വന്നു? ഇവിടെ ശ്രീനാരായണ ഗുരു അടക്കമുള്ളവർ അഴിച്ചുവിട്ട ഒരു വലിയ സാമൂഹ്യ വിപ്ലവം ഇന്ത്യ മഹാരാജ്യത്ത് അഴിച്ചുവിട്ടു. രാജാറാം മോഹൻ റോയി തുടങ്ങി അത്
സ്വാമി വിവേകാനന്ദനിൽ വരെ വന്ന ഒരു വലിയൊരു സാംസ്കാരിക വിപ്ലവമുണ്ടായിരുന്നു. അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടന ഉണ്ടാകുന്നത്. അതിൻ്റെ അമരത്തേക്ക് മഹാത്മാഗാന്ധി വന്നപ്പോൾ 1920 ഡിസംബറിലെ നാഗപ്പൂർ കോൺഗ്രസ് സമ്മേളനം സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ വഴിത്തിരിവായിരുന്നു. അവിടെ തൊട്ട് തുടങ്ങിയ ഒരു മൂവ്മെൻറ്റ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം വഹിച്ച മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഒക്കെ ഈ രാജ്യത്തിനൊരു ഭരണഘടനയെ സംഭാവന ചെയ്യുകയും ആ ഭരണഘടനയ്ക്ക് എല്ലാ മേഖലകളിൽ നിന്നും തങ്ങളെ വിമർശിക്കുന്നവരും അംബേദ്കർ അടക്കമുള്ള എല്ലാ വിഭാഗത്തെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ഭാരതത്തിൻ്റെ ചരിത്രം, അത് ആസേതു ഹിമാചലം മൊത്തം ആ ബഹുസ്വരത നിലനിർത്തുന്ന മതേതരത്വം തുടരുമ്പോൾ അനിവാര്യമായ ഒരു ഇടവേള, അതിനുശേഷം വേഗം മടങ്ങിയെത്താം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളിലേക്ക്, അതായത് ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് BJPയുടെ കേരള ഘടകത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു വാചകം ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കുന്നു. ഗുരുദേവ ദർശനങ്ങളെ വക്രീകരിച്ച് അദ്ദേഹത്തെ ഈ നാടിൻ്റെ ദേശീയ ധാരയിൽ നിന്നും അടർത്തി മാറ്റാനുള്ള ഏതൊരു ശ്രമങ്ങളെയും നാം ഒറ്റക്കെട്ടായി ചെറുക്കണം. ഇതിൻ്റെ രാഷ്ട്രീയം എന്ത്? എതിർക്കപ്പെടണമോ വേണ്ടയോ? എന്താ, ഹിന്ദു എന്ന വാക്കിന്റെ ഉപയോഗം വെച്ചാണല്ലോ നമ്മുടെ ദേശീയ ധാരകളിൽ BJPക്കാർ ആർഷഭാരത സംസ്കൃതി എന്ന് വിളിക്കുന്ന, കോൺഗ്രസ്സുകാർ ഭൂരിപക്ഷ സമുദായം എന്ന് വിളിക്കുന്ന, CPMക്കാർ വിശാല മാനവികത എന്ന് വിളിക്കുന്ന, NSSകാർ ഹൈന്ദവരെന്ന് വിളിക്കുന്ന, SNDPക്കാർ നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് വിളിക്കുന്ന ഈ ഒരു ഹിന്ദു എന്നോ ആദിവാസി മുതൽ അമ്പലവാസി വരെയുള്ള സമൂഹത്തിന് ഒരു പൊതു ചരിത്രമുണ്ട്. ഈ ചരിത്രത്തിന് നിരാസം പാടില്ല. 1896 ഒരു കൺസർവേറ്റീവ് ബ്രാഹ്മണൻ ഫാമിലിയിൽ കൃഷ്ണനായി ജനിച്ച ആഗമാനന്ദ സ്വാമികളെ എനിക്ക് വലിയ ബഹുമാനമാണ്. അദ്ദേഹത്തെക്കാൾ ദളിത് ബുദ്ധിസ്റ്റായ അംബേദ്കറുടെ നിലപാടാണ് ഈ കാര്യത്തിൽ ശരി. ഈ ജനതയെ എന്തെങ്കിലും പേര് വിളിക്കണ്ടേ? ഈ നാട്ടിലെ ക്രിസ്ത്യൻ സമുദായത്തിൽ പെടാത്ത, മുസ്ലിം സമുദായത്തിൽ പെടാത്ത സമുദായങ്ങളെ എന്തെങ്കിലും ഒരു പേര് വിളിക്കണ്ടേ? സിന്ധുവിൽ നിന്ന്, ഇൻഡസിൽ നിന്ന് ഒരു പേരുണ്ടായി, ഹിന്ദുസ്ഥാൻ. ആ ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്ന ഈ സംസ്കാരത്തെ ഹിന്ദു എന്ന് വിളിച്ചു. നേരത്തെ പറയുകയുണ്ടായി, ഇന്ത്യ സെക്കുലർ ആയത് ഹിന്ദുക്കൾ സെക്കുലർ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞത് വലതുപക്ഷവാദിയായ രാഹുൽ ഈശ്വർ അല്ല, ഇടതുപക്ഷവാദിയായ CPIയുടെ ദേശീയ സെക്രട്ടറി ശ്രീ ബർദനാണ്. ഇന്ത്യയിൽ ഹിന്ദു എന്ന വാക്കിനോട് നിങ്ങൾക്ക് ഈ അലർജി വേണ്ടെന്നും ഒറ്റ വരി കൂടി, മഹാത്മാഗാന്ധി ഹിന്ദു അല്ലാന്ന് അന്നത്തെ തീവ്ര വലതുപക്ഷ ശങ്കരാചാര്യന്മാർ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പെറ്റീഷൻ ചെയ്തിരുന്നു. തീവ്ര വലതിന് മാത്രം ഇത് വിട്ടുകൊടുക്കാതെ ഒരു സെന്റർ റൈറ്റും സെൻട്രിസ്റ്റുകളും ഇടതുകളും ഹിന്ദു എന്ന വാക്കിനെ സ്വാംശീകരിച്ചുകൊണ്ട് അതിനൊരു സെക്കുലർ കാഴ്ചപ്പാട് നൽകുന്നതിന് പകരം ആരെങ്കിലും ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ അൺടച്ചബിൾ ആണ്, പിന്നെ അവനെ തൊട്ടുകൂടാ, കണ്ടുകൂടാ, മിണ്ടിക്കൂടാ എന്ന് പറയുന്ന പഴയ ഒരു അയിത്ത ജാതീയത, രാഷ്ട്രീയ ജാതീയത മനസ്സിലുള്ളത് കൊണ്ട് സംഭവിക്കുന്നത് ഹിന്ദു എന്ന വാക്ക് മുഴുവൻ തീവ്ര ശ്രീ രാഹുൽ ഈശ്വർ ആ അയിത്ത ജാതീയത വല്ലാതെ മതിച്ചത് കൊണ്ടാണ് ഐ പ്രിഫർ ബ്രിട്ടീഷ് രാജ് ടു ഹിന്ദു രാജ് എന്ന് അംബേദ്കർക്ക് പറയേണ്ടി വന്നത്. ആ അംബേദ്കറെ താങ്കൾ കോട്ട് ചെയ്തു, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ശ്രീ ഭദ്രാനന്ദ ശക്തിബോധി, അതായത് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് BJP ഇട്ടതിൻ്റെ പിന്നിൽ ഇന്ന് രാഹുൽ ഈശ്വർ പുറമേ പറയുന്ന, അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ തന്നെ ചില വൈരുദ്ധ്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. ആ വാദങ്ങൾ അനുസരിച്ച് ഇന്ന് BJP ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കുകയും ആ ദേശീയ ധാരയിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിനെ മാറ്റാനുള്ള ശ്രമത്തിനെ എതിരിടണമെന്ന് ഒക്കെ പറയുന്നതിൽ രാഷ്ട്രീയമുണ്ടോ? അത് അപകടകരമാണോ? അതായത് ഞാനൊരു പച്ച ഭാഷയിൽ സംസാരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നല്ല കുട്ടികളുടെയൊക്കെ അച്ഛനാവാനുള്ള ഒരു ശ്രമം ഈ ബ്രാഹ്മണിക്കൽ പൊതുധാര എന്ന് പറയുന്ന ഇവിടെ ഭാരതീയ ചിന്താധാരകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ മനോഹരമായിട്ട് കവിത എഴുതിയപ്പോൾ അത് ഏതോ ഒരു ബ്രാഹ്മണന് സംബന്ധത്തിലുണ്ടായ കുട്ടിയാണെന്ന് സ്ഥാപിക്കാൻ ഇവിടെ കുറേ ആളുകൾ, ചരിത്രകാരന്മാരെന്ന് പറയുന്നവർ ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നാരായണ ഗുരു ലോകത്തിൻ്റെ മുഴുവൻ ഗുരുവായി, മുഴുവൻ മാനവികർക്കും അഭിമാനിക്കാവുന്ന, ബഹുമാനം തോന്നുന്ന ഒരു വിശാല വ്യക്തിത്വമായി മാറി എന്ന് കണ്ടപ്പോൾ ഇനി ഇയാളെ കൂടി നമ്മുടെ കൂട്ടത്തിൽ കൂടി ചേർത്ത് നശിപ്പിച്ച് കളയാം എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതിന് അനുവദിക്കില്ല കേരളം എന്നാണ് ഈ ചർച്ച പോലും തെളിയിക്കുന്നത് എന്നാണ് എനിക്ക്
പറയാനുള്ളത്. തോന്നുന്നത് അതുകൊണ്ട് തീർച്ചയായും ഹിന്ദു എന്ന തീർച്ചയായും ഇപ്പോൾ വാക്കിനോടൊന്നും ബി ജെ പി നേതാവ് ആർക്കും കൂടി ഇവിടെ വിയോജിപ്പില്ല. പുസ്തകത്തിന്റെ പേര് തന്നെ നേതാവ് കൂടി നമ്മോടൊപ്പം ഉണ്ട്, ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിബോധി. അതായത് വി വി രാജേഷ്, നിങ്ങൾ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കേരളം ലോകത്തിന് നൽകിയ ഏറ്റവും മഹാനായ ഹിന്ദു സന്യാസിയാണ് നാരായണ ഗുരു എന്ന്. ഒപ്പം കപട പുരോഗമനവാദികൾക്ക് ഒരു പാഠം കൂടി ഗുരുദേവന്റെ ദർശനങ്ങളിലുണ്ട്. പിന്നീട് ഗുരുദർശനങ്ങളെ വക്രീകരിച്ച് ഈ നാടിൻ്റെ ദേശീയധാരയിൽ നിന്നും അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങളെ ചെറുക്കണം. ഇതൊക്കെ നാരായണ ഗുരുവിൻ്റെ പേരിൽ BJP പറയുന്നിടത്ത് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. നാരായണ ഗുരുവിനെ അതിന് നിങ്ങൾ ഉപയോഗിക്കുന്നു. SNDPയുമായുള്ള സഹകരണത്തിന് ശേഷമാണ് ഇത്തരം ആത്മവിശ്വാസങ്ങൾ നിങ്ങൾക്ക് വന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ശ്രീ രാജേഷ്, അജിംഷാദ്, ഒന്ന് BJP നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. എന്റെ സൗണ്ട് സിസ്റ്റം എന്തോ കംപ്ലൈന്റ് ഉണ്ട്, എക്കോ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. മറ്റൊന്ന്, ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളെ ബിജെപിയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി ശ്രീ രാജേഷ്, താങ്കൾ പറയുന്നത് വ്യക്തമായി കേൾക്കുന്നില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ച് ഉടനെ എത്താനാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ വേണുമോഹൻ, അതായത് ഇത്തരത്തിലൊരു ധാരയിലേക്ക് പോകുന്ന അതിന് തടസ്സമായി വിഘാതമായി നിന്ന ഒരു വ്യക്തിയാണ് ഗുരു എന്നൊക്കെയാണ് നാം പാഠപുസ്തകങ്ങളിൽ പഠിച്ചത്, നാം മനസ്സിലാക്കിയത്, നാം ഓരോന്ന് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇതിൽ നിന്നൊക്കെ വിഭിന്നമായി അതിലേക്ക് കൂട്ടിക്കെട്ടുന്നതിൻ്റെ പിന്നിലെ താല്പര്യം ആർക്കാണ് ഗുണം ചെയ്യുക? അല്ല, അതിനകത്ത് ഈ വർഗീയ ശക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെ എക്കാലവും സത്യവും നേരും പറഞ്ഞവരെ എതിർക്കുകയും അവരുടെ മരണത്തിന് ശേഷം അവർ അനുയായികളുടെ ബലം കണ്ടുകൊണ്ട് അവരെയൊക്കെ കയ്യിലെടുക്കുന്ന ഭാഗമാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് EMS നമ്പൂതിരിപ്പാടിനെ അറിയാം. അദ്ദേഹം തികഞ്ഞ കമ്മ്യൂണിസ്റ്റും മതത്തിനും ജാതിക്കും എതിരെ നിന്നൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം യോഗക്ഷേമ സഭയിൽ അംഗമായി ഇരുന്നിട്ടുണ്ട്. അന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് ബ്രാഹ്മണ സമുദായത്തിൽ സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവർ മനുഷ്യർക്ക് തുല്യമല്ലായിരുന്നു, അടിമകളെ പോലെ കിടന്നതാണ്. അവിടെ വിധവാ വിവാഹം കൊണ്ടുവരുവാൻ വേണ്ടി VT ഭട്ടതിരിപ്പാടും EMSും ഒക്കെ ശ്രമിച്ചാലേ നടക്കത്തുള്ളായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഇറങ്ങിച്ചെന്നപ്പോൾ ആ മാർഗത്തിലൂടെ പോയി. നാളെ അത് വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു. വിധവാ വിവാഹം ബ്രാഹ്മണ സ്ത്രീക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് അതിന് വേണ്ടി പോരാടിയ EMS നമ്പൂതിരിപ്പാട് നാളെ ഹിന്ദു ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച ഇടുന്നതിൻ്റെ കാര്യമുണ്ടോ? അതുപോലെ അതിലെ വൈരുദ്ധ്യം പൊളിക്കാനുള്ള ഒരു വാദം കൂടിയാണ്. ശ്രീ PP സത്യൻ, അതാണ് സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീമഹേഷ ഗോ ബ്രാഹ്മണഭ്യം ഹിതമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഗോക്കളെയും ബ്രാഹ്മണരെയും സേവിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചായിരിക്കാം പറഞ്ഞത്. പക്ഷേ അവസാനം പറഞ്ഞ ലോക സമസ്ത സുഖിനോ ഭവന്തുവിൻ്റെ സാർവത്രിക വശങ്ങളെ എടുത്തുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു കാലമാണ് പിന്നീട് വന്നത്. അങ്ങനെ തന്നോടടുക്കുന്നവരെയൊക്കെ സാംശീകരിച്ച് വിശാലമാകാനുള്ള ഒരു ഹൈന്ദവതയുടെ ഭാഗമാണ് നാരായണ ഗുരു എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റെന്നാണ് രാഹുൽ ഈശ്വർ ചോദിച്ചത്. ഹിന്ദു എന്ന പദത്തിന്റെ സാങ്കേതികതയിലേക്ക് ഞാൻ ഒന്നുമില്ല. മറിച്ച് ഇവിടെ പ്രധാനം ഇന്ത്യൻ സംസ്കാരത്തിൽ ഈ ന്യൂനപക്ഷം വരുന്ന പൗരോഹിത്യം, ബ്രാഹ്മണ സവർണ മേധാവിത്വ ശക്തികൾ ചരിത്രത്തിൽ എക്കാലവും ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനതയ്ക്കുമേൽ സാംസ്കാരികവും സാമ്പത്തികവുമായ അധിനിവേശം നടത്തിയിട്ടുണ്ട്, ആധിപത്യം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എത്രയോ തെളിവുകൾ വേദങ്ങളിൽ. രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ ഋഗ്വേദമൊക്കെ എടുത്തൊന്ന് വായിക്കണം. അതിനകത്ത് ശ്രീകൃഷ്ണനെയൊക്കെ കറുത്തവരുടെ പ്രതിനിധിയായിട്ടാണ് കാണുന്നത്. കറുത്തവരുടെ, അതായത് മ്ലേച്ഛന്മാരായ ആളുകളുടെ ഇടയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഇന്ദ്ര എന്ന് സ്തുതിക്കുന്ന വാക്കുകളുണ്ട്. വേദങ്ങൾ വായിച്ചു നോക്കണം. വെറുതെ BJPയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി 2-3 വാദഗതികൾ ഇങ്ങനെ പടർത്തിക്കൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഉപനിഷത്തുകളിൽ എടുത്ത് പരിശോധിച്ച് നോക്കും. ഉപനിഷത്തുകളിലൊക്കെ ഈശാവാസ്യം ഇതം സർവം എന്ന് പറയുകയല്ല മാത്രം ചെയ്യുന്നത്. പല ഉപനിഷത്തുകളും ഇവിടുത്തെ പൗരോഹിത്യ ബ്രാഹ്മണ്യത്തെ അതിരൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. തീർന്നില്ല. ബുദ്ധൻ, ജൈനൻ ഇവരെല്ലാവരും തന്നെ ഇവിടെയുള്ള വർണ്ണാശ്രമ ധർമ്മങ്ങളെ അതിശക്തമായി എതിർത്തവരാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ ജൈനന്മാർ ക്രൂശിക്കപ്പെട്ടു, എത്രയോ ശ്രമണന്മാർ കൊല്ലപ്പെട്ടു, എത്രയോ ബൗദ്ധന്മാർ തീയിട്ട് കൊന്നുകളഞ്ഞു. ബൗദ്ധ സന്യാസിനികളെ, സന്യാസി മഠങ്ങൾ നശിപ്പിച്ചു. ഇതിന് നേതൃത്വം കൊടുത്തത് ഇന്ത്യയിലെ ബ്രാഹ്മണ്യ ശക്തികളാണ്. ഈ ബ്രാഹ്മണ്യ ശക്തികളെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഭാഗങ്ങൾ സാക്ഷാൽ സ്വാമി വിവേകാനന്ദന്റെ ഐ ആം പ്രൗഡ് ഓഫ് ബീങ് കോൾഡ് ആസ് ഹിന്ദു എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഇനി വരാനുള്ളത് ശൂദ്രന്മാരുടെ ഭരണമാണ് എന്നുള്ളതാണ്. പുരോഹിതന്മാർ ഭരിച്ചു, ക്ഷത്രിയർ ഭരിച്ചു,
വൈശ്യർ ഭരിച്ചു, ഇനി വരാനിരിക്കുന്നത് ശൂദ്ര, അതായത് തൊഴിലെടുക്കുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് തീർച്ചയായും ശ്രീ വി രാജേഷ് താങ്കളിലേക്ക് എത്തുന്നു. അതായത് മുഹമ്മദ് നബിയെ പോലെ, ജീസസ് ക്രൈസ്റ്റിനെ പോലെ, ഉപനിഷത്തുകളെ തള്ളിക്കളഞ്ഞ ബുദ്ധനെ പോലെ, മഹാവീരനെ ഒക്കെ പോലെ ഒരു വലിയ തലത്തിലേക്ക് ഉയരാനുള്ള എല്ലാ പൊട്ടൻഷ്യനുമുള്ള ശ്രീനാരായണ ഗുരുവിനെ ചുരുക്കാനുള്ള ചില സവർണ നിഗൂഢ നീക്കത്തിന്റെ ഭാഗമാണ് BJPയുടെ ഈ നീക്കം എന്നും വ്യാഖ്യാനിക്കപ്പെടുന്നു. പറയാം. ഇല്ലായ്മയാണ് BJP ഇന്ന് ഞങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ പല തവണ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു എന്നുള്ളതിനപ്പുറം ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ BJPയുടെ ഹലോ അജിംഷാദ് കേൾക്കാം ശ്രീ രാജേഷ്. പക്ഷെ BJPയുടെ ഔദ്യോഗിക സൈറ്റിൽ നിന്നൊരു പോസ്റ്റ്, ഫേസ്ബുക്കിൽ ഞങ്ങൾ നിന്നൊരു പോസ്റ്റ് ഇട്ടപ്പോഴേക്കും പല കേന്ദ്രങ്ങളൊന്നും ഞെട്ടി. ആ ഞെട്ടലിലാണ് ഞങ്ങളുടെ സാധ്യതകൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ താങ്കൾ ചോദിച്ചു SNDP BDJS ഒക്കെ BJPയുമായി ഒരു അനുഭവം കാട്ടിയതിനു ശേഷമാണ്. അല്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടാണ്. ഞങ്ങളുടെ നാഷണൽ കൗൺസിലിന്റെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി 50 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നാഷണൽ കൗൺസിൽ നടന്നപ്പോഴേക്കും ഞങ്ങളുടെ സമ്മേളന നഗരിക്ക് ഇട്ടിരുന്ന പേര്, അന്ന് BJP ഇല്ല, സമ്മേളന നഗരിക്ക് ഇട്ടിരുന്ന പേര് ഗുരുദേവ നഗർ എന്നായിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ളായിരുന്നു ആ നഗർ. അപ്പോൾ ഗുരുദേവ ദർശനങ്ങൾക്ക് അന്ന് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു, മുന്നേറ്റമായിരുന്നു ഞങ്ങൾ നടത്തിയത്. ഇവിടെ ഗുരുദേവൻ ഹിന്ദു സന്യാസി ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിലാണല്ലോ ചിലർക്കൊക്കെ അഭിപ്രായ വ്യത്യാസം. ഞാൻ ചോദിക്കട്ടെ, ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഹൈന്ദവമാണോ? അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു 90ഓളം പുസ്തകങ്ങളുടെ പേരുകളിലൂടെ ഞാനിന്ന് കടന്നുപോയി, ചില പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തു. ഏതെങ്കിലും പുസ്തകം അഹൈന്ദവമാണോ? അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ആശ്രമങ്ങൾ, അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ ഏതെങ്കിലും അഹൈന്ദവമാണോ? അദ്ദേഹം മതപരിവർത്തനത്തിനെതിരെ എടുത്ത നിലപാടുകളുണ്ട്. ഇതിൽ ഏതാണ് അഹൈന്ദവം? അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഒരു ഹിന്ദു സന്യാസി ദയവായി തുടരൂ. അതിന് മറുപടിയുണ്ട് ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിബോധിക്ക്. ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിബോധി, അഹൈന്ദവമായ, അതായത് ഹിന്ദുത്വയ്ക്ക് പുറത്തുള്ള, ഹൈന്ദവതയ്ക്ക് പുറത്തുള്ള ഒന്നും തന്നെ നാരായണ ഗുരു ചെയ്തിട്ടില്ല. എല്ലാം ഹൈന്ദവതയ്ക്കുള്ളിലുള്ള കാര്യമാണ്. പുസ്തകങ്ങൾ എഴുതിയതിൻ്റെ പേരായാലും ചെയ്ത കർമ്മങ്ങളായാലും ഈവൻ കണ്ണാടി പ്രതിഷ്ഠിച്ചതടക്കം അദ്വൈതത്തിൻ്റെ പ്രതിഫലനമാണ് എന്നുകൂടിയായിരിക്കാം രാജേഷ് ഉദ്ദേശിച്ചത്. അങ്ങനെ എല്ലാം ചെയ്ത ഒരു ഹൈന്ദവ സന്യാസിയെ പിന്നെ ഹിന്ദു സന്യാസി എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത് എന്നാണ് രാജേഷ് ചോദിക്കുന്നത്. ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിബോധി. ഗുരുദേവൻ ചെയ്തതിൽ അഹൈന്ദവമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് വി രാജേഷിനെ പോലുള്ള ഒരാൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാനുള്ളൊരു പ്രധാന പ്രയാസം, ഇവരെന്താണ് ഹൈന്ദവത എന്ന് ഇതുവരെ നിർവചിച്ചിട്ടില്ല. പിന്നെ മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് മറ്റൊരു ലോജിക്കാണ്. അതായത് ഇവർ തന്നെ പറയുന്ന ചില യുക്തികളുണ്ട്. ഒന്ന്, വിദേശ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദേശീയധാരയ്ക്ക് വിരുദ്ധമായിട്ട് മക്കൾക്ക് പേരിടുന്നതിൽ പോലും ദേശദ്രോഹ നടപടി കാണുന്ന ആളുകളാണ് ഇവർ. ഇപ്പോൾ ജോൺ ക്രിസ്ത്യാനി മക്കൾക്ക് പേരിടുന്നു, ഇബ്രാഹിം എന്ന് എന്തിന് മക്കൾക്ക് പേരിടുന്നു എന്നൊക്കെ ഇവർ ചോദിക്കാറുള്ളത്. ഞങ്ങളും അതന്നെയാണ് ചോദിക്കുന്നത്, അല്ലാണ്ട് ഹിന്ദു വിരുദ്ധതയൊന്നും പറയല്ല. ഞങ്ങളും ചോദിക്കുന്നത് ഹിന്ദു എന്ന വിദേശി പദം എന്തുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിന് നൽകുന്നു? ആർക്കാ എത്ര നിർബന്ധം ഈ പദം കൊണ്ട് വിളിക്കണമെന്ന്? ഇനി എന്താണ് നിങ്ങളീ പറയുന്ന ഹിന്ദു? അതൊന്ന് പറയൂ. ഇത് മതമാണോ സംസ്കാരമാണോ? മതമാണെങ്കിൽ ആരാണ് ഇതിൻ്റെ പ്രവാചകൻ? ഏതാണ് ഇതിൻ്റെ അടിസ്ഥാന വേദഗ്രന്ഥം? എന്താണ് ഇതിൻ്റെ ധർമ്മസംഹിത? പറയണ്ടേ? അതുകൊണ്ട് ഓരോരുത്തരും ചെയ്യുന്നതൊക്കെ ഹിന്ദുവാണ്, അതിൽ ക്ലിക്കായതൊക്കെ ഞങ്ങളുടെയാണെന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല കുട്ടികളുടെയൊക്കെ അച്ഛനാവാനുള്ള ഒരു ശ്രമം ബ്രാഹ്മണിക്കൽ പൊതുദേശീയധാര എന്ന് ഇവർ വിളിക്കുന്ന ഈ ഹൈന്ദവ ധർമ്മം എപ്പോഴും കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ അതാണ് ശ്രീ ശക്തിബോധി മർമ്മത്ത് പിടിച്ചു ആളുകളുണ്ട് കേരളത്തിൽ, അതാണ് പറഞ്ഞത്. ശക്തിബോധി അദ്ദേഹത്തോട് യോജിപ്പോ തന്നെയാണ്.
ഇത് ബ്രാഹ്മണിക്കൽ ഹിന്ദു മാത്രമേ ഹിന്ദു എന്ന് അംഗീകരിക്കൂ എന്ന് ഇവിടെ ആർക്കും നിർബന്ധമൊന്നുമില്ല. 2 വരികളിൽ മറുപടി. 1893 വിവേകാനന്ദൻ ലോക മതമഹാസമ്മേളനത്തിൽ ഐ റെപ്രസെന്റ് ഹിന്ദു ദി മദർ ഓഫ് ഓൾ റിലീജിയൻസ് എന്നും ഒരു കാര്യം ഓർക്കുക. CF ആൻഡ്രൂസ് ശ്രീനാരായണ ഗുരുദേവനോട് നമ്മളോട് കാണിച്ച മാന്യതയെങ്കിലും നമ്മളോട് കാണിക്കുക. ഞാൻ യേശുവിനെ കണ്ടു, അറബിക്കടലിന്റെ തീരത്തോടുകൂടി ഒരു ഹിന്ദു സന്യാസിയുടെ വസ്ത്രമിട്ട് പോകുന്ന യേശുവിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ഒരു വിദേശിയുടെ മാന്യത കാണിക്കുക. സിന്ധു നദിയിൽ നിന്നാണ് ഹിന്ദു എന്ന പദം, ഇൻഡസിൽ നിന്നാണ് ഇന്ത്യയും ഹിന്ദുവും ഒക്കെ ഉണ്ടാകുന്നത്. ആ വാക്കിനോട് നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ മാറ്റി ഉപയോഗിച്ചോളൂ. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനും അംബേദ്കറും ഒക്കെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ആ പദം തെല്ലി പറയാൻ ഞങ്ങളോട് പറയരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ശ്രീ ബോധി താങ്കൾ കൈ ഉയർത്തി, മറുപടി ഉണ്ടോ? അല്ല, ഇവിടെ ഈ പറയുന്ന ഭരണഘടനയൊക്കെ ഇവർക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ മാറ്റുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ മാറ്റാം. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ പേര്, ബംഗാളിൻ്റെ പേര് പശ്ചിമ ബംഗാൾ എന്നുള്ളത് ബംഗ്ലാന്നാക്കിയില്ലേ, ബാംഗ്ലൂർ എന്ന് പറഞ്ഞിരുന്നു ബംഗളൂരു ആക്കിയില്ലേ, ബോംബെ എന്ന് പറഞ്ഞത് മുംബൈ ആക്കിയില്ലേ. അതുപോലെ ഇനി ഹിന്ദു എന്നുള്ള പദത്തിൽ ഇവിടെ ആരും വ്യവഹരിക്കേണ്ടെന്നാണ് പറഞ്ഞത്. ശ്രീ വി വി രാജേഷ്, അതായത് പല മതസാരവും ഏകം എന്ന് പറഞ്ഞ ഗുരുവിന്റെ ആശയങ്ങൾ സ്വീകരിക്കാൻ BJP ഒരിക്കലും തയ്യാറായിരുന്നില്ല. പക്ഷേ ശ്രീനാരായണ ഗുരുവിന്റെ പേര് ആ സമ്മേളനത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ ഇട്ടു എന്ന് വീമ്പ് പറയുകയും ചെയ്യുന്നു നിങ്ങളുടെ ഫേസ്ബുക്കിൽ. എന്നിട്ട് മുഴുവൻ നിങ്ങളുടെ രാഷ്ട്രീയമാണ് അതിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ദേശീയധാരയിൽ നിന്നും അടർത്തി മാറ്റാനുള്ള ഏത് ശ്രമങ്ങളെയും നാം ഒറ്റക്കെട്ടായി ചേർക്കണമെന്ന്. അങ്ങനെ സങ്കുചിതമായ ഒരു ഭാവത്തിന്റെ രാഷ്ട്രീയം അതിലുള്ളത് കൊണ്ടാണ് എതിർക്കുന്നത്. BJP ആ ചെയ്യുന്നത് രാഹുൽ ഈശ്വർ പറയുന്നത് പ്രകാരം തന്നെ നോക്കിയാൽ ഹിന്ദു വിരുദ്ധമാണ്. എന്റെ അജിംഷാദെ, എന്തൊക്കെ ഈ പറയുന്നത്? BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ നടത്തുന്നതൊക്കെ തന്നെ രാഷ്ട്രീയം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനം മാത്രമാണ്. അതിന് ഗുരുവിനെ എന്തിനു പിടിച്ചു? അല്ലല്ല, അതിൽ ഞങ്ങളുടെ ആശയത്തിന് ശക്തി പകരുന്ന എല്ലാത്തിനെയും ഞങ്ങൾ സ്വീകരിക്കും. ഗുരുദേവ ദർശനങ്ങൾ, ഗുരുദേവന്റെ നിലപാട്, ഗുരുദേവന്റെ കാഴ്ചപ്പാട്, ഗുരുദേവന്റെ ജീവിതം, അതൊക്കെ തന്നെ ഞങ്ങളുടെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിക്കും. അതിലെന്താ തെറ്റ്? അതിലെവിടെയാ തെറ്റ്? ഞാൻ വീമ്പ് പറയുകയല്ലോ. ഗുരുദേവ ദർശനം, ഗുരുദേവ നാമം ഞങ്ങളുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ RSSന്റെ രാവിലെ ഞങ്ങൾ ചൊല്ലുന്ന പ്രാതസ്മരണയിൽ ഞങ്ങൾ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് ഗുരുദേവ ദർശനങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള ഞങ്ങളുടെ സംഘടനയുടെ തീരുമാനമാണ്. ഇവിടെ എന്നോട് താങ്കൾ ആദ്യം ഒരു ചോദ്യം ചോദിച്ചല്ലോ, ഗുരുദേവനെ ലോകത്തിന് സംഭാവന നൽകി. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ ഗുരുദേവ ദർശനങ്ങളെ ലോകത്തിന് പ്രചരിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ ഗുരുദേവ ദർശനങ്ങളെ പ്രചരിപ്പിക്കുവാൻ സംഭാവന നൽകിയതുപോലെ ഏത് ഓർഗനൈസേഷനാണ്? ഇന്ത്യ ഒരുപാട് കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചല്ലോ. ദേശീയ തലത്തിൽ ഗുരുദേവന്റെ ജീവചരിത്രം പാഠ്യ പദ്ധതിയിലെങ്കിലും ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിന് പുറമെ ഭരിച്ച ഒരുപാട് സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? BJP അല്ലേ ഗുരുദേവ ദർശനങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്, ഭാരതത്തിന് പരിചയപ്പെടുത്തിയത്? അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇട്ട പോസ്റ്റ്, ഗുരുദേവ ദർശനങ്ങളെ കുറിച്ച് ഞങ്ങൾ ഇന്നിട്ട പോസ്റ്റ് പലരുടെയും നെഞ്ചത്ത് കൊണ്ടിരിക്കുന്നു. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ ശിവഗിരി കുന്നുകളിൽ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോഴേക്കും അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ അവിടെ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണന്റെ ദർശനങ്ങളെ ഞാൻ പിന്തുണയ്ക്കുന്നു, ഞങ്ങളുടെ പ്രസ്ഥാനം പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്നല്ലേ EM നമ്പൂതിരിപ്പാട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞതായി എനിക്കറിവില്ല. ഞാൻ പലയിടത്തും റെഫർ ചെയ്തിട്ട് അത് കിട്ടിയതുമില്ല. ഞാൻ നേരത്തെ അത് കേൾക്കുകയും ചെയ്തു. ശ്രീ രാജേഷ് അവിടെ നിൽക്കൂ. ശ്രീ PP സത്യൻ, അങ്ങനെയാണ് എൻ്റെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നതുകൊണ്ടാണ് ഗുരുവിൽ നിന്ന് എടുക്കുന്നത്. കൂടുതൽ അപകടകരമാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് കണക്ക് നോക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ ഗുരുവിനെ ഹൈജാക്ക് ചെയ്യുകയാണ്, ഗുരുവിനെ പൊളിറ്റിക്കലായിട്ട് മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഉത്തർപ്രദേശിലും മറ്റ് പല സ്ഥലങ്ങളിലും നടക്കുന്ന ജാതീയമായ പീഡനങ്ങൾ നമുക്കറിയാം. അവിടെയൊക്കെ അധസ്ഥിതരായ ജനങ്ങൾക്കെതിരായിട്ട് എന്തെല്ലാം അക്രമങ്ങൾ നടത്തുന്നു. മാംസം കഴിക്കുന്നവരെ കെട്ടിത്തൂക്കുന്നു, വ്യാപാരികളെ കെട്ടിത്തൂക്കുന്നു. ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകൾക്കെതിരായിട്ട് നടത്തിയ ആക്രമണം എന്താണ്? ഇന്ത്യയിൽ നമുക്കറിയാം, ഏറ്റവും വലിയ 12ാം നൂറ്റാണ്ടിൽ കർണാടക ദേശത്ത് ജീവിച്ചിരുന്ന ഏറ്റവും മഹാനായ വിപ്ലവകാരിയും കല്യാണ ദേശത്തെ ധനകാര്യമന്ത്രിയും സാമൂഹ്യ പ്രക്ഷോഭകാരിയുമായ ബസവേശ്വരൻ
വിശ്വാസിയായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെ യാഥാസ്ഥിതിക ഹൈന്ദവത്വത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമായിരുന്നു. അദ്ദേഹത്തിന് അവിടെ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കല്യാണ നഗരത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് അദ്ദേഹം ഭൂമിയില്ലാത്ത തൊഴിലാളികൾക്ക് ഭൂമി വിതരണം ചെയ്തു. അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി. ആ ബസവേശ്വരനെ അവിടെ വെച്ച് നാട് കടത്തുകയും ബസവേശ്വരൻ്റെ പിൻഗാമികളെ ആനകളെ കൊണ്ട് ചവിട്ടി കൊല്ലിപ്പിക്കുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട് 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്തിന്, ഇന്ത്യക്ക്. അതിനെപ്പറ്റി കൃതികൾ എഴുതിയിട്ടുള്ള ഫാൾ ഓഫ് കല്യാണ എന്ന വിസ്തൃതമായ ഗ്രന്ഥങ്ങളും നിരവധി പ്രാർത്ഥനാ ഗീതങ്ങളും രചിച്ച MM കൽബുർഗി എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വിപ്ലവകാരി യുക്തിവാദിയും എങ്ങനെ അവിടെ കൊല്ലപ്പെട്ടു? തീർച്ചയായും കൽബുർഗി അടക്കമുള്ളവരുടെ കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ട ആ വർഗീയ രാഷ്ട്രീയത്തിന്റെ അനുരണനങ്ങൾ നാരായണ ഗുരുവിനെ ഹൈജാക്ക് ചെയ്യുന്നുവോ? ഇതാണ് ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് ഉരുത്തിരിയുന്നത്. തീർച്ചയായും രാജേഷ്, ബാക്കിയുള്ളവരൊക്കെ നിലനിൽക്കും. ചർച്ച തുടരുമ്പോൾ ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിബോധി, താങ്കൾ കൈ ഉയർത്തിയിരുന്നു ഇടവേളയ്ക്ക് മുമ്പ്. പറയാം. ഞാൻ VV രാജേഷ് പറഞ്ഞു വന്ന അതെ ഒരു അസംബന്ധത്തിന് മറുപടി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. VV രാജേഷ് പറഞ്ഞു ഇവിടെ സംഘപരിവാരവും BJPക്കാരുമാണ് നാരായണ ഗുരുവിൻ്റെ ആദർശങ്ങളെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നതെന്ന്. മലയാളത്തിൽ തന്നെ 1500ഓളം പുസ്തകങ്ങളാണ് ശ്രീനാരായണ ഗുരുവിനെ പറ്റി പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതിൽ എത്ര പുസ്തകം കുമ്മനം രാജശേഖരൻ എഴുതിയിട്ടുണ്ട്, P പരമേശ്വരൻ എഴുതിയിട്ടുണ്ട്, VV രാജേഷ് എഴുതിയിട്ടുണ്ട്? ഒന്ന് പറഞ്ഞു തരണം. 10 പുസ്തകത്തിൽ കൂടുതൽ എന്തായാലും ഈ സംഘപരിവാരക്കാർ എഴുതിയിട്ടില്ല. ഞാനിതിൽ 100-150 എണ്ണെങ്കിലും വായിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഇവർ എന്താശയം പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വലിയ ആശയപ്രചാരണം നാരായണ ഗുരുവിൻ്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വരിക നമ്മുടെ കൂടെ. ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞ് നാരായണ ഗുരുവിൻ്റെ വിളംബരം പ്രചരിപ്പിക്കാൻ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് നാരായണ ഗുരുവിൻ്റെ ആദർശം പ്രചരിപ്പിക്കാൻ നിങ്ങളും വരിക. അതാണ് ഞങ്ങൾ പറയുന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ നാരായണ ഗുരുവിൻ്റെ ആദർശം പ്രചരിപ്പിക്കാൻ ഞങ്ങളുടെ ഒപ്പം വരിക. അപ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ ബീഫ് കഴിക്കേണ്ടി വരുമോ? വെറുതെ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത്. പാഠപുസ്തകത്തിൽ പേരച്ചടിപ്പിക്കലല്ല ഗുരുധർമ്മ പ്രചാരണം എന്ന് പറയുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു സിലബസിൻ്റെ വിഷയമാക്കി നാരായണ ഗുരുവിനെ ചുരുക്കരുത്. ഇത് ഈ രാജ്യത്തിൻ്റെ ജീവിതത്തിൻ്റെ വിഷയമാണ് നാരായണ ഗുരു. തീർച്ചയായും ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങനെ ചെല്ലുമോ? ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിബോധി വിളിച്ചു, വെല്ലുവിളിക്കൂടിയാണ് അദ്ദേഹം, ചലഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. പല മതസാരവും ഏകം, എല്ലാ മതങ്ങളും ഒന്നാണ്, എല്ലാ മതത്തിൻ്റെയും പ്രചാരകനായി മാറുന്ന അത്തരത്തിലൊരു വിശാലാർത്ഥത്തിലേക്ക് ബീഫും ഒരുപക്ഷെ അന്ന് കഴിക്കേണ്ടി വരും. അങ്ങനെ ചെല്ലുമോ നിങ്ങൾ എന്ന ചോദ്യം കൂടി അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഏകം സത് വിപ്ര ബഹുദാ വദന്തി എന്ന് പറയുന്ന കിരൺ റിജിജു എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ബീഫ് കഴിക്കുന്ന, BJP RSS ഭരിക്കുന്ന ഗോവയിൽ ബീഫ് നിരോധിക്കാത്ത, 20 സംസ്ഥാനങ്ങളിൽ സെക്യുലറായ കോൺഗ്രസ് കൗസ്ലോട്ടർ നിരോധിച്ച നമ്മുടെ നാട്ടിൽ ഏത് വെല്ലുവിളിയും ഏത് സ്വാമിയും വിളിച്ചാൽ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ കുത്തക അങ്ങനെ ആരും ഏറ്റെടുക്കണ്ട. അത് വലതുപക്ഷം മാത്രമല്ല, ഇടതുപക്ഷത്ത് നിൽക്കുന്ന സന്യാസിമാരും വേണ്ട. ശ്രീനാരായണ ഗുരുദേവനെ ചുമപ്പ് പുതപ്പിച്ച് DYFAക്കാരനാക്കാനും പോളിറ്റ് ബ്യൂറോയെ കയറ്റാനും നോക്കണ്ട. ആ സ്ട്രാറ്റജി നമുക്കറിയാം. ഞങ്ങൾ ആരും ശ്രീനാരായണ ഗുരുദേവനെ അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞില്ല. പക്ഷെ ശ്രീനാരായണ ഗുരുദേവനെയും യേശുദേവനെയും പോളിറ്റ് ബ്യൂറോയിൽ എടുക്കാമെന്ന് പറഞ്ഞത് ആരാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ ചുമപ്പ് പുതപ്പിക്കാനുള്ള ശ്രമങ്ങളും ആരും ചെയ്യണ്ട. കോൺസ്റ്റിറ്റ്യൂഷനും അംബേദ്കറും പറയുന്ന ഹിന്ദു എന്ന നിർവചനത്തിനുള്ളിൽ വരുന്നതാണ് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും വിശ്വാസിയായ ഗാന്ധിജിയും നിരീശ്വരവാദിയായ സവർക്കറുമൊക്കെ. ആ ഹൈന്ദവ വൈവിധ്യം പുലരണം. ഞാൻ ലോകത്തെ ഏറ്റവും ചിരപുരാതനമായ മതത്തിന്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദന്റെ നിലപാടാണ് ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഉള്ളത്. ആ പക്ഷത്തിലെ ഏറ്റവും വലിയ സന്യാസിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങനെയാണെങ്കിൽ ബീഫ് കഴിച്ചു എന്നതിൻ്റെ പേരിൽ അടിച്ചു കൊല്ലുന്ന ആ ധാരയെ എവിടെ ഉൾക്കൊള്ളിക്കണം? ഒന്ന്, ഞാൻ ബ്രിട്ടീഷ് രാജാണ് ഹിന്ദു രാജിനേക്കാളും സെലക്ട് ചെയ്യേണ്ടി വരിക എന്ന് പറയേണ്ട അവസ്ഥ വന്നത് എങ്ങനെയെന്ന്, അംബേദ്കറെ കൊണ്ട് പറയിപ്പിച്ചത് എങ്ങനെയെന്ന്, ആ ധാരയെ എവിടെയാണ് ശ്രീ രാഹുൽ ഈശ്വർ ഉൾക്കൊള്ളിക്കുക? വളരെ കറക്റ്റ്. അങ്ങയുടെ ചോദ്യം 101% പ്രസക്തമാണ്. അതേ അംബേദ്കർ ആണ് ബുദ്ധിസ്റ്റായി പോയിട്ടും ഹിന്ദു കോഡ് ബില്ലിന്റെ അടിയിൽ ബുദ്ധിസ്റ്റെ കൊണ്ടുവന്നത്. അംബേദ്കർ തന്നെ ചെയ്ത കാര്യം നോക്കൂ. അദ്ദേഹം ബുദ്ധൻ, ഞാൻ ഒരിക്കലും ഹിന്ദുവായി മരിക്കില്ല എന്ന് പറഞ്ഞു.
ബുദ്ധമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഹിന്ദുക്കളെയും ബുദ്ധിസ്റ്റുകളെയും സിഖുകളെയും എല്ലാം ഹിന്ദു കോഡ് ബില്ലിന്റെ അടിയിൽ കൊണ്ടുവന്നു. ഹിന്ദു എന്ന് പറയുന്നത് ഒരു ഏകശിലാരൂപമല്ല. 2 ബീഫ് കഴിക്കുന്നവരെ ആക്രമിക്കുന്നത് തെറ്റ് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ ക്രിമിനലുകൾ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ശക്തമായി മുമ്പോട്ട് വരികയുണ്ടായി. വളരെ ബഹുസ്വരതയുള്ള ഒരു ശരീരമാണ് ഹിന്ദു. അതുകൊണ്ട് ഹിന്ദു ഇല്ല എന്ന് പറയുന്ന തന്ത്രം ഈ നാട്ടിലെ സാധാരണക്കാരായ സഖാക്കന്മാരും സാധാരണക്കാരായ രാഷ്ട്രീയമില്ലാത്ത ഹിന്ദുക്കളും മനസ്സിലാക്കും. വിശ്വഭദ്രാനന്ദ ശക്തിബോധി, അങ്ങനെ ഇടത് സന്യാസിമാരടക്കം ആരും നാരായണ ഗുരുവിനെ ചുവപ്പ് പുതപ്പിക്കാൻ നോക്കണ്ടത്രേ. അല്ല, അതിന് മറുപടി പറയുമ്പോൾ 2-3 കാര്യം. ഞാൻ ഒരു ഇടത് സന്യാസി തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇടതുപക്ഷ പാർട്ടിയുടെ സന്യാസി എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം എനിക്ക് യാഥാസ്ഥിതിക ഹിന്ദുത്വത്തോട് വിയോജിപ്പുണ്ട്. ആ നിലയിൽ യാഥാസ്ഥിതികത്വത്തെ എതിർക്കുന്ന എല്ലാവരും ഇടതുപക്ഷക്കാരാണ് എന്നുള്ള വിശാലമായ അർത്ഥത്തിൽ ഞാനൊരു ഇടത് സന്യാസിയാണ്. ആ വിശേഷണം ഞാനൊരു കോംപ്ലിമെൻ്റായിട്ട് എടുക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ചുവപ്പ് പുതപ്പിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. കാരണം എന്താ വെച്ചാൽ കാളി നാടകം എഴുതിയ നാരായണ ഗുരുവിനെ കാളി ഉടുത്തിരുന്ന ചുവപ്പ് വസ്ത്രം പുതപ്പിക്കുന്നതിൽ ആർക്കാണ് ഇത്ര വിമ്മിട്ടം? അദ്ദേഹം ഉടുക്കാത്ത കാവി അദ്ദേഹത്തെ പുതപ്പിക്കുന്നതിലാണ് ഞങ്ങൾക്ക് വിമ്മിട്ടം. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുമ്മനത്തിൻ്റെ കാവി ഉണ്ടല്ലോ, നരേന്ദ്രമോദി എപ്പോഴാണ് ഈ പശുവിന് വേണ്ടി ആളുകളെ ഉപദ്രവിക്കുന്നവർ ക്രിമിനലുകളാണെന്ന് പറഞ്ഞത്? ഉത്തരേന്ത്യൻ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴോ? മൂക്കിന് താഴത്ത് ദാദ്രി എന്ന ഗ്രാമത്തിൽ ഒരു 68 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താവുന്ന സ്ഥലത്തിരുന്നിട്ട് ഒരു പ്രതികരണം പോലും പുറപ്പെടുവിക്കാത്ത ആൾ ഇപ്പോൾ അത് വലിയ ക്രിമിനൽ കുറ്റമായിട്ട് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ? തെരഞ്ഞെടുപ്പ് തന്നെ. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി മിണ്ടാപ്രാണികളെയും മനുഷ്യർക്ക് വേണ്ടി മിണ്ടിയ നാരായണ ഗുരുവിനെ പോലെയുള്ള മഹാഗുരുവരന്മാരെയും ദുരുപയോഗം ചെയ്യരുത്. തീർച്ചയായും ദ്രോഹമാണ്, ബോധദ്രോഹമാണ്, സംസ്കാരദ്രോഹമാണ്. അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം എന്തേ രാഹുൽ ഈശ്വർ കാണിക്കാത്തത്? എന്തിനാ ഈ നരേന്ദ്രമോദിയൊക്കെ കൂട്ടുപിടിക്കുന്നത്? നാരായണ ഗുരുവിനെ ചർച്ച ചെയ്യുമ്പോൾ നരേന്ദ്രമോദി എവിടെ കിടക്കുന്നു, നാരായണ ഗുരു എവിടെ കിടക്കുന്നു? MS ഗോൾവാൾക്കർ, അക്ഷരണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ശരിയാവൂ. MS ഗോൾവാൾക്കർ ഒരുപോലെയാവൂ. വിനായക ദാമോദർ സവർക്കർ 1933 തോന്നുന്നത്. ഇത്ര അധികാരത്തിൽ വന്നതിന് ശേഷമാണ് MS ഗോൾവാൾക്കർ തൻ്റെ പ്രസിദ്ധമായ ചരിത്രരചന നടത്തുന്നത്. അതിനകത്താണ് ഹിന്ദുത്വത്തെ വ്യാഖ്യാനിക്കുന്നത്. ആ വ്യാഖ്യാനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് സുപ്രീം കോടതിയെ എന്നാണ് ഇവർ ഹിന്ദുത്വത്തിന് വേണ്ടിയിട്ട് അടിസ്ഥാനമായി ആസ്പദമായി സ്വീകരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇതൊന്നും ഇവിടുത്തെ യഥാർത്ഥത്തിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു സന്യാസിമാരോ ഹിന്ദുത്വവാദികളോ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ബൈബിളാണ്. നമുക്ക് വേഗം മടങ്ങി ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നതിന് ഒരു ചെറിയ ഇടവേള. തീർച്ചയായും രാഹുൽ ഈശ്വർ, അത്തരത്തിൽ രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിളിച്ചപ്പോൾ ഈ രാഷ്ട്രം എന്ന അമ്മയ്ക്ക് പിതാവായി ഗാന്ധിജി എങ്ങനെ വരും എന്ന് ചോദിച്ചിരുന്നു പണ്ട്. ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു തീവ്രവാദികൾ, അങ്ങനെ പറയാമെങ്കിൽ താങ്കൾ തന്നെ പറഞ്ഞത് ഞാൻ കോട്ട് ചെയ്തേ ഉള്ളൂ. അത്തരത്തിലുള്ളവർ ഇങ്ങനെ നാരായണ ഗുരുവിനെ ഉപയോഗിക്കുമ്പോൾ, അവരുടെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുമ്പോൾ എതിർക്കപ്പെടണ്ടേ എന്ന കാതലായ ചോദ്യത്തിലേക്ക് തന്നെയാണ് അവസാനം എത്തുക. ശ്രീ രാഹുൽ ഈശ്വർ, ഒറ്റ വരി. മാവോയിസ്റ്റുകളുടെ തീവ്ര നിലപാടുകൾക്ക് CPM-ഓ CPI-യോ ഉത്തരവാദി അല്ലാത്തതുപോലെ ഗോഡ്സെയുടെയോ അഭിനവ് ഭാരതിന്റെയോ ഹിന്ദു തീവ്രവാദികളുടെയോ നിലപാടുകൾക്ക് ഒരു മധ്യ വലതിൽ നിൽക്കുന്ന BJP-യോ RSS പോലുള്ള പ്രസ്ഥാനങ്ങൾ ഉത്തരവാദികളല്ല. ഹൈന്ദവ സമൂഹത്തിലെ ഒരു തീവ്ര സ്വരക്കാരുണ്ടായിരിക്കാം, എല്ലാ സമുദായത്തിലും തീവ്ര സ്വരക്കാരുള്ളതുപോലെ. ആശയം വ്യക്തമാണ് ശ്രീ രാഹുൽ ഈശ്വർ. നമുക്ക് ശക്തിബോധിയിലേക്ക്. ശ്രീ ഭദ്രാനന്ദ ശക്തിബോധി, അതായത് അവസാനമായി ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉദ്ദേശത്തെ താങ്കൾ എങ്ങനെ വായിച്ചെടുക്കുന്നു? അല്ല, ഇത് യഥാർത്ഥത്തിൽ നാരായണ ഗുരുവിൻ്റെ സന്ദേശം പുകാസയും DYFIയും അതുപോലെ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷനും ഒക്കെ ഉൾപ്പെടുന്ന ജനാധിപത്യ പുരോഗമന ശക്തികൾ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ജാതിയും മതവും ഇല്ല എന്ന് സ്വയം വിളംബരം ചെയ്ത് മനുഷ്യനാണ് ഞാനെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച മഹാഗുരുവാണ് നാരായണ ഗുരു ബോധോന്നതിയിൽ എന്ന് വ്യക്തമാക്കുന്ന പ്രചാരണം ഉണ്ടായപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി, വീണ്ടും ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ഇവിടെയുള്ള മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉമ്മാക്കി പോസ്റ്റാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ചർച്ച സമയപരിമിതി കൊണ്ട് ഇവിടെ നിർത്തിയേ മതിയാകൂ. തീർച്ചയായും തർക്കങ്ങൾക്ക് കാര്യമില്ല.
അജ്ഞത മാറണമെങ്കിൽ ജ്ഞാനം, അറിവുണ്ടാകണം എന്ന് നാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചർച്ച ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.